ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെഡഗോഗി എന്ന് പറഞ്ഞിട്ടുള്ള BEd സെക്കൻഡ് സെമസ്റ്റർ പേപ്പറിലെ വൺ ഓഫ് ദി ചാപ്റ്റർ ആണ് കേട്ടോ. ഇത് 5th ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ പേര് അസസ്മെന്റ് ഇൻ പെഡഗോഗി. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആസ് എ ടീച്ചർ നമുക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അസസ്മെന്റ്, എന്താണ് ഇവാലുവേഷൻ, നമ്മളൊരു കുട്ടീനെ അസസ് ചെയ്യുന്നത് എത്രത്തോളം ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ്, ഇങ്ങനത്തെ പല കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അസസ്മെന്റ്, ഇവാലുവേഷൻ, മെഷർമെന്റിന്റെ ഇമ്പോർട്ടൻസ്, നമ്മളൊരു കുട്ടികളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് ഉള്ളത്, വാട്ട് ഇസ് റൂബ്രിക്സ്, എന്താണ് ബ്ലൂ പ്രിന്റ്, ഇങ്ങനെ ആസ് എ ടീച്ചർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിൽ സ്റ്റാർട്ട് ദ സെഷൻ. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് what is measurement and evaluation. So measurement means giving a number or value to a person's ability or പെർഫോമൻസ്. നമ്മളൊരു കുട്ടീന്റെ എബിലിറ്റീനെ അല്ലെങ്കിൽ പെർഫോമൻസിനെ വാല്യൂ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളത് മെഷർ ചെയ്യുന്ന സമയത്ത് ആ ഒരു വാല്യൂക്ക് അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിന് നമ്മളൊരു എന്താ പറയാ ഒരു വാല്യൂ കൊടുക്കുകയാണ്. നമ്മളൊരു നമ്പർ ബേസ് ചെയ്തിട്ടൊരു വാല്യൂ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, എക്സാമിന് നമ്മൾ ടെസ്റ്റ് ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിന് മാർക്സ് കൊടുക്കും അല്ലെ. അതുപോലെ തന്നെ നമ്മളൊരു നമ്പർ ബേസ് ചെയ്തിട്ട് ഒരു വാല്യൂ കുട്ടികൾക്ക് കൊടുക്കുന്നതിനെയാണ് മെഷർമെന്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ഇവാലുവേഷൻ? ഇവാലുവേഷൻ ഇസ് അബൌട്ട് മേക്കിംഗ് എ ജഡ്ജ്മെന്റ് യൂസിങ് ദ മെഷർമെന്റ്. ഈ നമ്മൾ മെഷർ ചെയ്തല്ലോ, ഫോർ എക്സാമ്പിൾ ഔട്ട് ഓഫ് 50 25 അല്ലെങ്കിൽ 30 മാർക്സ് ആ കുട്ടിക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. സോ ആ ഒരു മെഷർമെന്റിന്റെ ബേസിൽ കുട്ടീനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ചെക്സ് how will a person perform using scores and standards. എത്രത്തോളം ആ ഒരു കുട്ടി ആ ഒരു ടെസ്റ്റിൽ പെർഫോം ചെയ്തു, അല്ലെങ്കിൽ ഏതൊരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ആണ് ആ കുട്ടിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത്, ഇങ്ങനത്തെ കാര്യം ഇവാലുവേഷനിലാണ് വരുന്നത്. സോ വാട്ട് ഇസ് എ നീഡ് ഫോർ മെഷർമെന്റ്? എന്തിനാണ് നമ്മൾ കുട്ടികളുടെ എബിലിറ്റീസിനെ അല്ലെങ്കിൽ പെർഫോമൻസിനെ വാല്യൂ ചെയ്യുന്നത്? വൈ ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടന്റ്, അതാണ് നോക്കുന്നത് കേട്ടോ. ടു അണ്ടർസ്റ്റാൻഡ് സ്റ്റുഡന്റ് ലേണിംഗ്, എത്രത്തോളം നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിക്ക് ലേൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ടു ഐഡന്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, നമ്മുടെ കുട്ടികളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അവരുടെ വീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മെഷർമെന്റിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ടു ഹെൽപ്പ് ഇൻ ഗൈഡൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്, അവരെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ, അവരെ നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ അവർക്ക് ഗൈഡൻസ് എന്തൊക്കെയാണ് വേണ്ടത് അത് നമുക്ക് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിലൂടെ അവർക്ക് ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് ഇംപ്രൂവ്മെന്റിന് സ്കോപ്പ് ഉണ്ട് അല്ലെ. ടു സീ ഇഫ് എഡ്യൂക്കേഷൻ ഗോൾസ് ആർ മെറ്റ്, നമ്മൾ ഓരോ ലെസൺ എടുക്കുമ്പോഴും നമുക്കൊരു എഡ്യൂക്കേഷണൽ ഗോൾ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് ഉണ്ട്. അത് മെറ്റ് ചെയ്യാൻ, അത് സാധ്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ഈ കുട്ടീനെ നമ്മൾ വാല്യൂ ചെയ്യുമ്പോഴല്ലേ. സോ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മെഷർമെന്റ്? ഇറ്റ് ചെക്സ് വാട്ട് ദ സ്റ്റുഡൻസ് ഹാവ് ലേൺ, കുട്ടിക്ക് എത്രത്തോളം ലേൺ ചെയ്യാൻ പറ്റി, എത്രത്തോളം നോളേജ് ആ കുട്ടിക്ക് ഗെയിൻ ചെയ്യാൻ പറ്റി, വാട്ട് ആർ ദ സ്കിൽസ് കുട്ടിക്ക് ഇതിലൂടെ ലഭിച്ചത്, എന്തൊക്കെ എബിലിറ്റീസ് കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട്, വാട്ട് ആർ ദ ആറ്റിറ്റ്യൂഡ്സ്, കുട്ടി എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു, ഇതെല്ലാം നമുക്ക് മെഷർമെന്റിൽ വാല്യൂ ചെയ്യാൻ പറ്റും. ഹെൽപ്പ് ടീച്ചേഴ്സ് നോ സ്റ്റുഡൻസ് പ്രോഗ്രസ്, നമ്മുടെ കുട്ടി ലാസ്റ്റ് എക്സാമിന് ഏതൊരു ലെവലിലായിരുന്നു, നെക്സ്റ്റ് എക്സാം നമ്മൾ നടത്തുമ്പോൾ നെക്സ്റ്റ് ലെവലിലോട്ട് ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ, പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട്, അത് മുകളിലോട്ടാണോ താഴോട്ടാണോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് മെഷർമെന്റിലൂടെ കഴിയും അല്ലെ. ഹെൽപ്പ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദെയർ ലേണിംഗ് ലെവൽ, കുട്ടികൾക്ക് അവർ ഏതൊരു ലെവലിലാണ് നിൽക്കുന്നത്, അവരുടെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു മാർക്സ് അവർക്ക് കിട്ടുമ്പോൾ. യൂസ്ഡ് ഫോർ ഗൈഡൻസ് ആൻഡ് ബെറ്റർ ടീച്ച്മെന്റ്, ഈ ഒരു മെഷർമെന്റിന് ശേഷം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും നമ്മുടെ ടീച്ചിങ് നമുക്ക് ഏതൊരു തരത്തിൽ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാവും കേട്ടോ മെഷർമെന്റിലൂടെ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഡ്യൂക്കേഷണൽ മെഷർമെന്റ്? എന്തൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നോ അബ്സല്യൂട്ട് സീറോ. നമ്മുടെ എഡ്യൂക്കേഷനിൽ ഒരിക്കലും സീറോ നോളേജ് ഉള്ള ഒരു കുട്ടിയും ഇല്ല അല്ലെ. എത്ര മാർക്ക് കുറവാന്ന് പറഞ്ഞാലും ആ കുട്ടിയിൽ പല ക്വാളിറ്റീസും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേറെ ടൈപ്പ് ഓഫ് നോളേജസ് ഉണ്ടായിരിക്കും. സോ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ എഡ്യൂക്കേഷനിൽ ഇല്ല. A student scoring 20 is not exactly half as knowledgeable as one scoring
40 മാർക്ക് കിട്ടിയ ഒരു കുട്ടി എന്നെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ഒരു 20 മാർക്സ് കിട്ടിയ കുട്ടിയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല 40 മാർക്ക് കിട്ടിയ കുട്ടിയുടെ നോളേജ് എന്താണോ അതിന്റെ എക്സാക്ട്ലി ഹാഫ് നോളേജ് ആണ് 20 മാർക്ക് കിട്ടിയ കുട്ടിക്ക് എന്ന് പറയാൻ പറ്റില്ല അല്ലെ. സോ നോളേജ് ലെവൽ എന്ന് പറയുമ്പോൾ പലതിലും പല കുട്ടികളിലും പല പോലെ ആയിരിക്കും. അത് ഡിപ്പെൻസ് അവര് വാല്യൂ അനുസരിച്ചിട്ടും അവരുടെ ആ ഒരു ലേണിംഗ് ജേർണി അനുസരിച്ചിട്ട് എല്ലാം മാറും. ഓക്കെ, നെക്സ്റ്റ് മെഷർമെന്റ് ഇസ് അസൈനിങ് സിംബൽസ്. മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഗിവിംഗ് നമ്പേഴ്സ് ഓർ ഗ്രേഡ്സ് ടു സ്റ്റുഡൻസ് പെർഫോമൻസ് ബേസ്ഡ് ഓൺ ദെയർ റിസൾട്ട് അല്ലെ. അവർക്ക് 100-ൽ എത്ര മാർക്ക് കിട്ടി അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മാർക്കോ അല്ലെങ്കിൽ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം കൊടുക്കുന്നതിനെയാണ് മെഷർമെന്റ് എന്ന് പറയാം. ആൻഡ് ദ യൂണിറ്റ്സ് ആർ നോട്ട് ഫിക്സ്ഡ് ഇൻ എഡ്യൂക്കേഷൻ. നമ്മൾ കിലോഗ്രാം, ഒരു കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1000 ഗ്രാം ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. പക്ഷേ നമ്മുടെ മെഷർമെന്റിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഗ്രേഡ് ABC എപ്പോഴും ഫിക്സ്ഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ആണോ? അല്ല. അത് ഗ്രേഡ് A ആണോ, B ഗ്രേഡ് ആണോ, C ഗ്രേഡ് ആണോ എന്നുള്ളത് അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ എക്സാമിനും ഓരോ ടൈപ്പ് ഓഫ് മെഷർമെന്റ് ആയിരിക്കും. സോ ദ യൂണിറ്റ്സ് ആർ നോട്ട് ഫിക്സ്ഡ് ഇൻ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ്, ദർ ഇസ് നോ ട്രൂ 0 പോയിന്റ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു എഡ്യൂക്കേഷനിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, നമ്മൾ എന്തൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിലും എന്തോ ആയിക്കോട്ടെ, നമ്മളൊരു കാറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു 0 വാല്യൂ ഉണ്ട് അല്ലെ. എഡ്യൂക്കേഷൻ അങ്ങനെയല്ല. എഡ്യൂക്കേഷൻ 0 എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ല. നെക്സ്റ്റ്, സെൻസ് ഓഫ് റിലേറ്റിവിറ്റി. എ സ്റ്റുഡന്റ് സ്കോർ ഓൺലി മേക്ക് സെൻസ് വെൻ കമ്പയർഡ് ടു അതർ സ്കോർസ്. എന്റെ മാർക്ക് എത്രത്തോളം ഉണ്ട്, അത് ഏത് നിലവാരത്തിലുള്ളതാന്നുള്ളത് എന്റെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികളുടെ മാർക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴല്ലേ എനിക്ക് ആ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്റെ ലെവൽ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാം. സോ എപ്പോഴും നമുക്ക് മെഷർമെന്റ് ആവുമ്പോൾ നമുക്കൊരു റിലേറ്റിവിറ്റി, നമുക്ക് റിലേറ്റ് ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ വ്യക്തമാവുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ പർപ്പസ് ഓഫ് ഇവാലുവേഷൻ? നമ്മൾ മെഷർമെന്റ് ആണ് ഇത്രയും നേരം പറഞ്ഞേ. ഇനി ഇവാലുവേഷൻ, മെഷർമെന്റ് കഴിഞ്ഞ് നമ്മൾ ആ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യും അല്ലെ. അത് എന്തിനൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു ചെക്ക് ദ പ്രോഗ്രസ്. പ്രോഗ്രസ് ഉണ്ടോ, എപ്പോഴും ഈ ഒരു കുട്ടിയുടെ ലെവൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സെയിം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് വൺ, ജഡ്ജ് മെത്തേഡ് ആൻഡ് കരിക്കുലം. നമ്മുടെ ടീച്ചിങ് മെത്തേഡിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇനി കരിക്കുലം ഈ കുട്ടികൾക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ വളരെ ഈസി ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നോ സ്റ്റുഡന്റ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മൾ ഒരു ക്ലാസ്സിൽ 30 കുട്ടികൾ ഉണ്ടെങ്കിൽ 30 കുട്ടികളുടെ മാത്ത് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, നമ്മുടെ കുട്ടികളുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, അവർ മൾട്ടിപ്ലിക്കേഷനിലാണോ വീക്ക് ആയിട്ടുള്ളത് അതോ ഡിവിഷനിലാണോ വീക്ക് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും അല്ലെ. നെക്സ്റ്റ്, മോട്ടിവേറ്റ് ദ സ്റ്റുഡൻസ്. ഇവാലുവേഷന് ശേഷം ആ കുട്ടികളുടെ മാർക്സ് ആ കുട്ടികളുടെ കുറെ തരത്തിൽ മോട്ടിവേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നല്ല മാർക്ക് കിട്ടിയ കുട്ടിയാണെങ്കിൽ നെക്സ്റ്റ് എക്സാമിനും ആ ഒരു കുട്ടി ആ ഒരു ലെവൽ, സ്റ്റാൻഡേർഡ് ഓഫ് ലെവൽ കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കും. നെക്സ്റ്റ്, ഇറ്റ് ഗൈഡ് ദ പാരന്റ്സ്. പാരന്റ്സിന് ഒരു ഗൈഡൻസ് ആണ് ഈ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചെക്ക് ക്ലാസ് ടീച്ചിങ്. നമ്മുടെ ടീച്ചിങ് മെത്തേഡ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഇവാലുവേഷൻ ഡിപ്പെൻഡ്സ് upon 3 things. First one, objectives of teaching, learning experience. Third, tools of evaluation. അതായത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ വാട്ട് ദ ടീച്ചർ വാണ്ട്സ് സ്റ്റുഡൻസ് ടു ലേൺ. നമുക്കറിയാം അല്ലെ, ഒരു ടീച്ചർക്ക് എപ്പോഴും ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും ഒരു ക്ലാസ്സിൽ കയറുമ്പോൾ അല്ലെ. അതായത് എന്താണോ നമ്മുടെ കുട്ടികൾ എന്താണോ പഠിക്കേണ്ടത് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ടീച്ചേഴ്സിന് എപ്പോഴും അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, ലേണിംഗ് എക്സ്പീരിയൻസ്. വാട്ട് ആക്ടിവിറ്റീസ് ഓർ കോണ്ടന്റ് സ്റ്റുഡൻസ് ആർ എക്സ്പോസ് ടു. കുട്ടികൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് വേണം, കുട്ടികൾക്ക് എന്തൊക്കെ കോണ്ടന്റ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ടൂൾസ് ഓഫ് ഇവാലുവേഷൻ. നമ്മൾ എന്തൊക്കെ ടൂൾ ഉപയോഗിച്ചിട്ടാണോ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു കുട്ടീന്റെ ഔട്ട്കം എന്ന് പറയുന്നത്. സോ ഇവാലുവേഷൻ എപ്പോഴും ഒരു ടീച്ചറിന് ഒരുപാട് ഒരു ലീഡിങ് റോൾ ഉണ്ട്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആൻഡ് കണ്ടന്റ്സ് നമ്മൾ ക്ലാസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ എഫേർട്ട് എത്രത്തോളം ഇട്ടിട്ടുണ്ടോ അത് ബേസ് ചെയ്തിട്ടാണ് ഇവാലുവേഷന്റെ റിസൾട്ട് വരാം. ഓക്കെ, നെക്സ്റ്റ്, അസസ്മെന്റ്. എന്താണ് അസസ്മെന്റ്? നമ്മളിപ്പോ മെഷർമെന്റ് എന്താന്ന് പറഞ്ഞു, ഇവാലുവേഷൻ എന്താന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് അസസ്മെന്റ്? ഇനി അസസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് യൂസിങ് ഡിഫറെന്റ് മെത്തേഡ്സ് ടു ചെക്ക് സ്റ്റുഡൻസ് ലേണിംഗ് ലെവൽ, സ്കിൽസ് ആൻഡ് നീഡ്സ്. നമ്മുടെ കുട്ടികളുടെ ലേണിംഗ് ലെവൽ എത്രത്തോളം ഉണ്ട്, അവർക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് അക്വയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, അവരുടെ നീഡ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അസസ്മെന്റിലൂടെ ലഭിക്കും കേട്ടോ. പർപ്പസ്, to know what a student already knows, their weak points and give support.
ഈ ഒരു അസസ്മെന്റ് നമ്മൾ എന്തിനാ നടത്തുന്നത്? നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെ ഓൾറെഡി അറിയാം, ഇവരുടെ വീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണ്, ഏത് മേഖലയിലാണ് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആസ് എ ടീച്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Now how it is done? It includes measuring current understanding through test or activities. ഒരു ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റ് നടത്തിയിട്ടോ ആണ് നമ്മൾ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടീനെ അസസ് ചെയ്യുന്നത് കേട്ടോ. അസസ്മെന്റ് പല തരത്തിലുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഹൈ സ്റ്റേക്സ് അസസ്മെന്റ്, അതായത് ഇമ്പോർട്ടന്റ് ടെസ്റ്റ് ദാറ്റ് ഡിസൈഡ് ഇഫ് സ്റ്റുഡൻസ് മൂവ് ടു ദ നെക്സ്റ്റ് ഗ്രേഡ്. ഈ ഹൈ സ്റ്റേക്ക് അസസ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. നമ്മുടെ കുട്ടികളെ നെക്സ്റ്റ് ലെവലിലോട്ട് മൂവ് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവരെ നമ്മൾ ഫിഫ്ത്തിൽ നിന്നും സിക്സ്ത്തിലോട്ട് നമുക്ക് പാസ്സാക്കി വിട്ട പ്രശ്നമുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്ന അസസ്മെന്റ് ആണ് ഹൈ സ്റ്റേക്ക് അസസ്മെന്റ്. സോ ദ റിസൾട്ട്സ് ആർ യൂസ്ഡ് ടു മേക്ക് ബിഗ് ഡിസിഷൻസ് ഇൻ സ്കൂൾ. ഈ ഒരു ഹൈ സ്റ്റേക്ക് അസസ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു ബിഗ് ഡിസിഷൻ തന്നെയാണ് അത്. മേ ബി അത് പബ്ലിക്ലി റിപ്പോർട്ട് ചെയ്യേണ്ട അസസ്മെന്റ്സ് ആയിരിക്കും. സോ ദാറ്റ് ഇസ് ഹൈ സ്റ്റേക്ക് അസസ്മെന്റ്. നെക്സ്റ്റ്, പ്രീ അസസ്മെന്റ് അല്ലെ, നമ്മൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ എടുക്കുന്നതാണ് പ്രീ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഫൈൻഡ്സ് ഔട്ട് വാട്ട് സ്റ്റുഡൻസ് ഓൾറെഡി നോ, ഹെൽപ്സ് പ്ലാൻ ടീച്ചിങ് ഗോൾസ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എടുക്കാൻ പോകുന്നതിനെ കുറിച്ച് എന്തൊക്കെ പ്രീ നോളേജ് ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്റെ ക്ലാസ് ഏത് തരത്തിലാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രീ അസസ്മെന്റ് നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് അസസ്മെന്റ് ആണ് ഫോർമാറ്റീവ് അസസ്മെന്റ് അല്ലെ. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഫോർമാറ്റീവ് അസസ്മെന്റ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഫോർമാറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് ടീച്ചിങ്. എപ്പോഴും നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കുന്ന അസസ്മെന്റ് ആണ് കേട്ടോ ഫോർമാറ്റീവ് അസസ്മെന്റ്. അത് ഡെയിലി നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കുന്നതായിരിക്കും. ഗീവ്സ് ഫീഡ്ബാക്ക് ടു ഇംപ്രൂവ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്. ഡെയിലി നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ട ഫീഡ്ബാക്സും ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ടീച്ചിങ്ങിലും നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു ടീച്ചിങ്ങിലും ഫീഡ്ബാക്ക് ലഭിക്കും, കുട്ടികൾക്കും ഫീഡ്ബാക്ക് ലഭിക്കും. ഹെൽപ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് സ്റ്റുഡൻസ് ഹാവ് ലേൺ സോ ഫാർ. ഓരോ ദിവസം കഴിയുമ്പോഴും എന്റെ കുട്ടി അല്ലെങ്കിൽ എന്റെ മുന്നിലിരിക്കുന്ന സ്റ്റുഡൻസിന് എത്രത്തോളം ലേൺ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അസസ് ചെയ്യുന്നതിനെയാണ് ഫോർമാറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നെക്സ്റ്റ്, സമ്മേറ്റീവ് അസസ്മെന്റ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഫോർമാറ്റീവ് അസസ്മെന്റ് ഡെയിലി ക്ലാസ് റൂമിൽ നടക്കുന്ന അസസ്മെന്റ് ആണെങ്കിൽ സമ്മേറ്റീവ് എന്ന് പറയുന്നത് ഒരു ചാപ്റ്ററിന്റെ എൻഡിലോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ എൻഡിലോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇയറിന്റെ എൻഡിലോ നമ്മളൊരു സെമസ്റ്റർ എക്സാം അല്ലെങ്കിൽ ആനുവൽ എക്സാം പോലെ നടത്തുന്നതിനെയാണ് സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ ഗ്രേഡ്സോ മാർക്സോ ഒക്കെ ആയിരിക്കും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മൊത്തത്തിൽ നമ്മൾ ഈ ഒരു വർഷം കുട്ടികൾക്ക് പഠിപ്പിച്ചതിൽ എത്രത്തോളം അവർക്ക് ലേൺ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യങ്ങളാണ് സമ്മേറ്റീവ് അസസ്മെന്റിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകമായിട്ടൊരു ഗ്രേഡിങ്ങോ മാർക്കിംഗ് സിസ്റ്റം ഒന്നുമില്ല. ഡെയിലി ലേണിംഗ്സ് ഹാപ്പൻ ചെയ്യുന്നുണ്ടോ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്സും ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ററിം അസസ്മെന്റ് ഡൺ ഡ്യൂറിങ് എ കോഴ്സ് ബട്ട് നോട്ട് ഡെയിലി. ഇന്ററിം അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോഴാണ് ഈ ഒരു അസസ്മെന്റ് നടത്തുക. ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ഡെയിലി അസസ്മെന്റ്. ചെക്സ് പ്രോഗ്രസ് അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ്. നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ ഓരോ ഡിഫറെന്റ് സ്റ്റേജിലും എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അസസ് ചെയ്യുന്നത്. ഈ ഒരു അസസ്മെന്റിലൂടെ നമ്മളെ മുന്നിലിരിക്കുന്ന ലേണർ കറക്റ്റ് ട്രാക്കിലാണോ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. Next one, screening assessment used to find students who may need special help or support. നമ്മളെ കുട്ടികളിൽ കുറച്ച് വീക്ക് പോയിന്റ്സ് ഉള്ള അല്ലെങ്കിൽ എക്സ്ട്രാ സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് ആവശ്യമായിട്ടുള്ള കുട്ടികളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസസ്മെന്റ് ആണ് സ്ക്രീനിങ് അസസ്മെന്റ് കേട്ടോ. അതായത് ഫിസിക്കലി, സോഷ്യലി, മെന്റലി ഒക്കെ ഈ ഒരു കുട്ടി സ്കൂൾ ലെവലിലോട്ട് പ്രിപ്പയർഡ് ആണോ, ഇനി ഏതൊക്കെ സൈഡിലാണ് വീക്ക്നെസ് എന്നുള്ള കാര്യങ്ങളെല്ലാം സ്ക്രീനിങ് ടെസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, പ്ലേസ്മെന്റ് അസസ്മെന്റ് ഹെൽപ്സ് ഡിസൈഡ് ദ റൈറ്റ് ക്ലാസ് ഓർ ലെവൽ ഫോർ എ സ്റ്റുഡന്റ്. ഏത് ക്ലാസ്സിലാണ് ഈ ഒരു കുട്ടീനെ ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ഏതൊരു ലെവലിലാണ് ഈ ഒരു കുട്ടീനെ കാണേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതാണ് പ്ലേസ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു ബയോമാക്സ് +1 എടുക്കുന്ന ഒരു കുട്ടീനെ അതിന് മുന്നേ നമ്മളൊരു പ്ലേസ്മെന്റ് അസസ്മെന്റ് നടത്തുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു നോളേജ് ഏത് ലെവലിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു കുട്ടിക്ക് ഏത് കാറ്റഗറി അല്ലെങ്കിൽ ഏത് സ്ട്രീമിലോട്ടാണോ പോവാൻ പറ്റുന്നത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ആഫ്റ്റർ ഈ ഒരു പ്ലേസ്മെന്റ് അസസ്മെന്റ്. ഓക്കെ, സോ ഈ അസസ്മെന്റ്, ഇവാലുവേഷൻ, മെഷർമെന്റ് മൂന്നും ഇന്റർ കണക്റ്റഡ് ആണ്.
മൂന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്, 3 സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇന്നർ സർക്കിളിൽ വരുന്നതാണ് മെഷർമെന്റ് എന്ന് പറയുന്നത്. മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സ്കോർസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നമ്പേഴ്സ് കൊടുക്കുക, ഗ്രേഡ്സ് കൊടുക്കുക, ABCD, അല്ലെങ്കിൽ 20, 40, 45 ഗ്രേഡ്സ് അല്ലെങ്കിൽ മാർക്സ് കൊടുക്കുന്നതിനെയാണ് മെഷർമെന്റ് എന്ന് പറയുന്നത്. അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? യൂസിങ് ദ സ്കോർസ് ടു ചെക്ക് ദ പ്രോഗ്രസ്. ഈ ഒരു സ്കോറിന്റെ അടിസ്ഥാനത്തിൽ കുട്ടീനെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവാലുവേഷൻ ആണ് ഔട്ടർ സർക്കിളിൽ വരുന്നത്. നമ്മുടെ അസസ്മെന്റിന്റെ ബേസ് ചെയ്തിട്ട്, അസസ്മെന്റ് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദ ഡിഫറൻസസ് ക്ലിയർ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കമ്പാരിസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അസസ്മെന്റ് എന്ന് പറയുന്നത് ഫോർമാറ്റീവ് ആണ്, ഡെയിലി ക്ലാസ് റൂമിൽ നടക്കുന്നതായിരിക്കും. ഇവാലുവേഷൻ എന്ന് പറയുന്നത് സമ്മാറ്റീവ് ആണ്, അത് ബൈ ദ എൻഡിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അസസ്മെന്റ് നമ്മൾ ഫീഡ്ബാക്സും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യും, സോ അതൊരു സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റിന് ചാൻസ് കൊടുക്കും. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ ആ കുട്ടി അച്ചീവ് ചെയ്തത് അതിനെയാണ് നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ അസസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ബിഗിനിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. ഇവാലുവേഷൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ആയിരിക്കും. ഇനി അസസ്മെന്റ് പേസ് അറ്റൻഷൻ ടു ടീച്ചിങ് ആൻഡ് ലേണിംഗ്, അല്ലെ? നമ്മൾ ടീച്ചിങ് എത്രത്തോളം എഫക്റ്റീവ് ആണ്, ലേണിംഗ് എത്രത്തോളം നടന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അസസ്മെന്റിലൂടെ. പക്ഷേ ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഫൈനൽ ഔട്ട്കത്തിന് മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് അസസ്മെന്റും ഇവാലുവേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തായാലും പഠിച്ചിരിക്കണം. വെരി 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 ഇമ്പോർട്ടന്റ്. ഷോർട്ട് ആൻസർ ആയിട്ടോ essay ആയിട്ടോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പെഡഗോഗി എന്ന് പറഞ്ഞ പേപ്പറിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അസസ്മെന്റ്, ഇവാലുവേഷൻ ആൻഡ് മെഷർമെന്റ്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ? എന്തൊക്കെ ഇവാലുവേഷൻസ് ഉണ്ട്? നമ്മൾ അസസ്മെന്റ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇവാലുവേഷനിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് നോക്കാട്ടോ. ഫസ്റ്റ് വൺ, ഫോർമാറ്റീവ് ഇവാലുവേഷൻ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്കറിയാം എന്താണ് ഫോർമേറ്റീവ് എന്നുള്ളതിന്റെ അർത്ഥം, അല്ലെ? ഇറ്റ്സ് ഡൺ ഡ്യൂറിങ് ദ ടീച്ചിങ് ടു ചെക്ക് സ്റ്റുഡൻസ് ലേണിംഗ്. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നമ്മൾ എപ്പോഴും റാൻഡംലി ചെക്ക് ചെയ്യുന്ന കാര്യത്തിനെയാണ് ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഇംപ്രൂവ് ലേണിംഗ് ത്രൂ ഫീഡ്ബാക്ക്. കുട്ടികൾക്കും എന്താണ്, നമുക്ക് പ്രോപ്പർ ആയിട്ട് ടീച്ചേഴ്സിന് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും, തിരിച്ച് കുട്ടികൾക്ക് നമ്മൾക്കും ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടീച്ചിങ് ലേണിംഗ് എപ്പോഴും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും ഫോർമാറ്റീവ് ഇവാലുവേഷനിൽ. ഓക്കെ, what are the characteristics of formative evaluation? First one, check students learning during the teaching period. എത്രത്തോളം കുട്ടി പഠിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് ടീച്ചർക്കും സ്റ്റുഡൻസിനും ലഭിക്കും. നെക്സ്റ്റ്, ഹെൽപ്സ് കറക്റ്റ് സ്പെസിഫിക് ലേണിംഗ് മിസ്റ്റേക്സ്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒരു ലേണിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മിസ്റ്റേക്സും കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഹെൽപ്സ് ടീച്ചേഴ്സ് ചേഞ്ച് ദെയർ ടീച്ചിങ് ഇഫ് നീഡഡ്. ഇൻ കേസ് നമ്മുടെ ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രാറ്റജി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇൻക്ലൂഡ്സ് ചെക്കിംഗ് ക്ലാസ് വർക്ക്, ഹോം വർക്ക് ആൻഡ് ഓറൽ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഡെയിലി ക്ലാസ് വർക്ക്സ് കൊടുക്കുക, ഹോം വർക്ക്സ് കൊടുക്കുക, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഈ കാര്യങ്ങളെല്ലാം ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ്മെന്റിൽ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ പർപ്പസ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെന്റ്? എന്തിനാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് നടത്തുന്നത്? ഫസ്റ്റ് വൺ, നമ്മുടെ ലേണിംഗ് ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് ഔട്ട്കം ഇത് മെറ്റ് ചെയ്തോ, ഇത് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണ്ടേ എപ്പോഴും. അതാണ് ഫസ്റ്റ് പർപ്പസ്. സെക്കൻഡ് വൺ, ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, നമ്മുടെ എന്താ പറയാ ഓക്കെ അല്ല കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ നമുക്കൊരു കറക്റ്റീവ് മെഷർ എടുക്കാൻ സാധിക്കും. ടു ഹെൽപ്പ് ടീച്ചേഴ്സ് അഡ്ജസ്റ്റ് ദെയർ ടീച്ചിങ്. ടീച്ചേഴ്സിന് അവരുടെ ടീച്ചിങ് മെത്തേഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പാരന്റ്സിന് നമുക്ക് കുട്ടികളുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഡെയിലി ബേസിൽ നമുക്ക് അവരെ ഇൻഫോം ചെയ്യാൻ സാധിക്കും. ടു എൻകറേജ് ലേണിംഗ്. കുട്ടികളെ നമുക്ക് എപ്പോഴും എൻകറേജ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരു ഇംപ്രൂവ്മെന്റിന് സ്കോപ്പ് ഉണ്ട്, അല്ലെ? ദാറ്റ് ഈസ് അബൌട്ട് formative assessment. So next, about summative assessment. നമുക്കറിയാം എന്താണ് സമ്മേറ്റീവ്. അറ്റ് ദ എൻഡ് ഓഫ് ടീച്ചിങ് ആണ്. ഒരു ചാപ്റ്റർ കഴിയുന്ന വരെ ഒരു അസസ്മെന്റ് നടത്തുന്നില്ല, ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞ പെട്ടെന്ന് നമ്മൾ പിറ്റേ ദിവസം ഒരു എക്സാം നടത്തി. അതാണ് സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അതിലൂടെ ഞാൻ എടുത്ത ആ ഒരു ഫുൾ ചാപ്റ്റർ ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ, എന്റെ ലേണിംഗ് ഔട്ട്കം മെറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എത്രത്തോളം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റി, പഠിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എത്ര കുട്ടികൾ പാസ്സായി ഫെയിലായി എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സമ്മേറ്റീവ് അസസ്മെന്റിൽ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്? ഫസ്റ്റ് വൺ, ഡൺ ആഫ്റ്റർ ഇൻസ്ട്രക്ഷൻ ഇസ് കംപ്ലീറ്റ്. നമ്മൾ പറഞ്ഞു ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് കഴിയുമ്പോൾ മാത്രമേ നടത്തുന്നുള്ളൂ. ചെക്സ് ടോട്ടൽ ലേണിംഗ് ആൻഡ് ഫൈനൽ അച്ചീവ്മെന്റ്. എന്താണോ ആ ഒരു കുട്ടിന്റെ ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ഫൈനൽ അച്ചീവ്മെന്റ് എന്താണോ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മൾ എക്സാംസോ അല്ലെങ്കിൽ ഇന്റേണൽ ടെസ്റ്റ് അല്ലെങ്കിൽ എക്സാംസ് ഒക്കെയാണ് ഇതിനു വേണ്ടി നടത്തുന്നത്. നമ്മൾ ഇതിൽ ഗ്രേഡിങ്സോ അല്ലെങ്കിൽ മാർക്കിംഗ് സിസ്റ്റം എല്ലാം കുട്ടികൾക്ക് കൊടുക്കും. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഓൾവേസ് ഫോക്കസസ് ഓൺ അനലൈസിങ് റിസൾട്ട് ബേസ് ചെയ്തിട്ടാണ് സമ്മേറ്റീവ് അസസ്മെന്റ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഫോർമേറ്റീവ് അസസ്മെന്റ് അങ്ങനെ ആയിരുന്നില്ല. ഓക്കെ, നമ്മൾ ആ ഒരു ഡേ ടു ഡേ ബേസിസിൽ ഒരു ഓവറോൾ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് ആണ് ഫോക്കസ് ചെയ്തിരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ യൂസസ് ഓഫ് സമ്മേറ്റീവ് അസസ്മെന്റ്? ഫസ്റ്റ് വൺ, നമുക്ക് കുട്ടികളെ എന്താണ് അവരുടെ മാർക്സിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റൂ അല്ലെ. എത്ര കുട്ടികളാണ് ബിലോ ആവറേജ്, എത്ര കുട്ടികളാണ് ആവറേജ് ലെവലിൽ നിൽക്കുന്നത്, എത്ര കുട്ടികളെ എക്സലന്റ് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, എത്ര കുട്ടികൾക്ക് പ്രൊമോഷൻ കൊടുക്കണം അല്ലെങ്കിൽ എത്ര കുട്ടികളെ നമ്മൾ വീണ്ടും ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഇരുത്തണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ടു പ്ലാൻ ദ സ്റ്റുഡൻസ് ഫ്യൂച്ചർ ലേണിംഗ്. കുട്ടികളുടെ ഫ്യൂച്ചർ ലേണിംഗ് നമ്മൾ നെക്സ്റ്റ് ഗ്രേഡിലോട്ട് ഇനി ഒരു കുട്ടികളെ നമ്മൾ ഏതൊരു തരത്തിൽ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ടു നോ ദ സ്റ്റുഡൻസ് കറന്റ് ലെവൽ ഓഫ് ലേണിംഗ്. എന്താണോ നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സ്റ്റാറ്റസ് ഓഫ് ലേണിംഗ് അത് മനസ്സിലാക്കാൻ സാധിക്കും. സോ സെയിം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് സെയിം കാര്യങ്ങളാണ് കേട്ടോ. ഫോർമേറ്റീവ് അസസ്മെന്റ് ഒബ്റ്റെയിൻഡ് ബൈ ടെസ്റ്റ്. നമ്മളൊരു ടെസ്റ്റ്, സ്മോൾ ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റും. സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണെങ്കിൽ എക്സാമിനേഷൻ ആയിരിക്കും നടത്തുന്നത്. ഫോർമേറ്റീവ് അസസ്മെന്റ് ഈച്ച് സ്റ്റേജിൽ നടത്തും. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് ബൈ ദ എൻഡ് ഓഫ് 1 ഇയർ, നമ്മുടെ ആനുവൽ എക്സാം ഇല്ലേ, അത് തന്നെയാണ് സമ്മേറ്റീവ് അസസ്മെന്റ്. പിന്നെ ഫോർമേറ്റീവ് അസസ്മെന്റ് നമ്മൾ പറഞ്ഞു കുട്ടിന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മറ്റത് കുട്ടികളുടെ പ്രൊമോഷനെ അവരുടെ റിസൾട്ടിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും അതില് ടോപ്പിക്സ് ആയിട്ട് പറയുന്നത്. സോ ദാറ്റ് ഇസ് അബൌട്ട് സമ്മേറ്റീവ് അസസ്മെന്റ്, ഫോർമേറ്റീവ് അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു ടോപ്പിക്കാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. നമ്മൾ എന്തിനാണ്, നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം എന്താണ്, നമ്മുടെ രോഗം എന്താന്നുള്ളത് ഡോക്ടർ ഡയഗ്നോസ് ചെയ്യും അല്ലെ. അതുപോലെ നമുക്ക് ടീച്ചിങ്ങിലും എന്താണ്, എഡ്യൂക്കേഷനിലും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട്. വാട്ട് ഇസ് ദ നീഡ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്? ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഷോ വാട്ട് ദ സ്റ്റുഡൻസ് നോ. ഇതൊരു വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. നമ്മുടെ കുട്ടികൾക്ക് എന്തറിയും എന്തറിയില്ല എന്നുള്ള കാര്യങ്ങൾ, അല്ല എന്തറിയും എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് മനസ്സിലാക്കാം. ബട്ട് ദേ ഡു നോട്ട് ഷോ വൈ എ സ്റ്റുഡന്റ് ഈസ് വീക്ക്. എന്തുകൊണ്ടാണ് ഇനിയിപ്പോ എന്റെ മുന്നിലിരിക്കുന്ന കുട്ടി വീക്ക് ആയത് എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളെ മുന്നിലിരിക്കുന്ന കുട്ടിക്ക് എന്തറിയും, എത്രത്തോളം അറിയും എന്നുള്ള കാര്യം നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലൂടെ മെഷർ ചെയ്യാൻ സാധിക്കും. എന്താണ് കുട്ടിന്റെ എക്സാക്ട് പ്രോബ്ലം, നമുക്ക് ടീച്ചർക്ക് ആ ഒരു തരത്തിൽ കുട്ടിക്ക് വേണ്ട ഒരു സ്പെഷ്യൽ ഹെൽപ്പും ഒക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ഡയഗ്നോസിസ്? എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഡയഗ്നോസിസിൽ ഉള്ളത്? വൈ ഇസ് ദെയർ ആൻ എറർ? ഇൻ കേസ് നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു എറർ സംഭവിച്ചത്? ഈ എററിന് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം? ഇനി ഈ ഒരു സിംറ്റംസ് കുട്ടി കാണിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ഇത്തരം ഇപ്പൊ മാത്തമെറ്റിക്സിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിഫിക്കൽട്ട് ഉള്ള കുട്ടിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കുട്ടിക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡിഫിക്കൽട്ടി, ഈ കുട്ടിക്ക് വേറെ എന്തെങ്കിലും ലേണിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടോ? ഇനി ഇൻ കേസ് ഉണ്ടെങ്കിൽ അതിന്റെ റെമഡിയൽ മെഷേഴ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ ഒരു എറർ കണ്ടുപിടിച്ചിട്ട് അതിനൊരു റെമഡിയൽ മെഷർ കൊടുക്കുന്നതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ടെസ്റ്റ്. നമ്മൾ ഇനി ഒരു എക്സാം നടത്തുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ആനുവൽ എക്സാം അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി എക്സാം, ഹാഫ് ഇയർലി എക്സാം ഒക്കെ നടത്താന്ന് വിചാരിക്കാം. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ്, ആ ഒരു ടെസ്റ്റിന്റെ സ്റ്റാൻഡേർഡ് എന്താന്നുള്ളത് നോക്കാം കേട്ടോ. സോ ഇത് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ഇസ് മെയ്ഡ് ബൈ എക്സ്പേർട്സ് ബേസ്ഡ് ഓൺ ലേണിംഗ് ഒബ്ജക്റ്റീവ് ആൻഡ് സിലബസ് കണ്ടന്റ്. നമ്മുടെ സിലബസ് എന്താണോ, നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് എക്സ്പേർട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്.
It is given to many schools and uses the same scoring method for everyone. ഈ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് സ്കൂളുകളിലോട്ട് കൊടുക്കുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെയിം സ്കോറിംഗ് മെത്തേഡ് ആണ്. എല്ലാ സ്കൂളുകൾക്കും സെയിം മെത്തേഡ് ഓഫ് സ്കോറിംഗ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി വാട്ട് ആർ ദ കീ പോയിന്റ്സ്? ഫസ്റ്റ് വൺ, the test is fairer than standardized test because all the students get the same test and are graded the same way. ഈ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിന്റെ പ്രത്യേകത എന്താന്ന് പറയാം, ഇത് കുറച്ചും കൂടെ നീതിയുള്ളതായിരിക്കും, കുറച്ചും കൂടെ ഫെയർ ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. ഇതിൽ ഒരു തരത്തിലുള്ള കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ ഒരു അങ്ങനെ അതിന്റെ ഒന്നും ഒരു ചാൻസും ഇല്ല. ഓക്കെ, ഇറ്റ് അവോയ്ഡ്സ് ഗിവിംഗ് ഈസിയർ ടെസ്റ്റ് ടു സം ആൻഡ് ഹാർഡർ വൺസ് ടു അതേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എല്ലാ സ്കൂളുകൾക്കും നമ്മൾ ഈ സെയിം ടെസ്റ്റ് ആണ് കൊടുക്കുന്നത്. സെയിം സ്കോറിംഗ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഒരു സ്കൂൾക്ക് വളരെ ഈസി ടെസ്റ്റ് കൊടുക്കുക, മറ്റേ കുട്ടികൾക്ക് ഹാർഡർ വൺ കൊടുക്കുക, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഈ ഒരു പ്രശ്നത്തിലില്ല. ഇറ്റ് പ്രൊവൈഡ്സ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് എൻവയോൺമെന്റ് ടു ഓൾ സ്റ്റുഡൻസ്. ഇത് എന്താണെന്നറിയോ, ഇപ്പൊ നമ്മുടെ CBSE ആയിക്കോട്ടെ, ബോർഡ് എക്സാം എഴുതുമ്പോൾ എല്ലാ സ്കൂളുകൾക്കും എല്ലാ സെന്റേഴ്സിനും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ കൊടുക്കുന്നത്, അല്ലെ? അതൊരു ഫെയർ സിസ്റ്റം ആണ്. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടെസ്റ്റ്. അത് ആര് പ്രിപ്പയർ ചെയ്യുന്നതാ? ഒരുപാട് എക്സ്പേർട്സ് സിലബസിനെ ബേസ് ചെയ്തിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നതാണ്, അല്ലെ? ഇവരുടെ സ്കോറിംഗ് മെത്തേഡ് എല്ലാം സെയിം ആയിരിക്കും. എല്ലാ കുട്ടികൾക്കും ഇതിലൂടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് എൻവയോൺമെന്റ് ആണ് ലഭിക്കുന്നത്. അത്ര ഓർത്താൽ മതി. നമ്മുടെ CBSE ബോർഡ് എക്സാം നടത്തുന്ന കാര്യം ഓർത്താൽ മതി. ദാറ്റ് ഇസ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടെസ്റ്റ്. ഇനി വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോർ ടെസ്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ? നമ്മൾ ഇനി ഒരു ടെസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള മാനദണ്ഡങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ ഏത് തരത്തിലുള്ള നോളേജ് ആണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്, എന്ത് സ്കില്ലാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഏത് ക്ലാസ്സിലോട്ടുള്ള കുട്ടിക്കാണ് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഈ ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഇതിൽ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം, അതിൽ തന്നെ എത്ര ലോങ് ആൻസർ, എത്ര ഷോർട്ട് ആൻസർ, എത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളൊരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഐറ്റം ഡെവലപ്മെന്റ്. നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെ? ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, MCQs ഉണ്ടായിരിക്കും, ലോങ് ആൻസർ, essay ടൈപ്പ്, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ അതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വൺ, റൈറ്റിംഗ് ആൻഡ് റിവ്യൂ ക്വസ്റ്റ്യൻസ്. ഇനി നമ്മളൊരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവർ ഓരോ ക്വസ്റ്റ്യൻസും വളരെ സീരിയസ് ആയിട്ട് ഗോ ത്രൂ ചെയ്യും, ചെക്ക് ചെയ്യും, ഒരുപാട് സമയം അവരത് റിവൈസ് ചെയ്യും. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, ഇൻ കേസ് ക്വസ്റ്റ്യൻസ് മാറ്റേണ്ടതുണ്ടോ എന്നുള്ളത് എക്സ്പേർട്സ് വീണ്ടും 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 ഗോ ത്രൂ ചെയ്യും കേട്ടോ. നെക്സ്റ്റ്, പ്രീ ടെസ്റ്റ്. After writing and reviewing the questions, they are tested on a small group. ഇനി എന്താണെന്നറിയോ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു സെറ്റ് ഓഫ് എക്സ്പേർട്സ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തു എന്ന് വിചാരിക്കാം. ഇനി ആ ഒരു പ്രോപ്പർ ടെസ്റ്റിന് അല്ലെങ്കിൽ ഒരു ആക്ച്വൽ ടെക്സ്റ്റിന് മുന്നേ ഇവരെന്ത് ചെയ്യും എന്നറിയോ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ഗ്രൂപ്പ് ഓഫ് സ്മോൾ റിയൽ കുട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ, അവരിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടികൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ, ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇത് ഡിഫിക്കൽട്ട് ആണോ, എന്തെങ്കിലും കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റിമൂവ് ചെയ്യണോ, സെയിം മതിയോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് അതിൽ നിന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഡിറ്റക്ടിങ് ആൻഡ് റിമൂവിങ് അൺഫെയർ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻ കേസ് എന്തെങ്കിലും കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, അസംബ്ലിംഗ് ദ ടെസ്റ്റ്. ഇനി ആ ഒരു ടെസ്റ്റിങ്ങിന് ശേഷം എല്ലാ ക്വസ്റ്റ്യൻസും ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും ഒന്നുകൂടെ എക്സ്പേർട്സ് ക്രോസ് ചെക്ക് ചെയ്യും കേട്ടോ, ഒരു എററോ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കോ ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ടെസ്റ്റിംഗ് വെദർ ക്വസ്റ്റ്യൻസ് ആർ ഫങ്ഷനിങ് പ്രോപ്പർലി. ഇനി ആ ഒരു ടെസ്റ്റ് നമ്മൾ നടത്തി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യും. സോ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടെസ്റ്റ്, നമ്മളിപ്പോ ഒരു ബോർഡ് എക്സാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പിന്നിൽ ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ട്, അല്ലെ? അത് എക്സ്പേർട്സ് പ്രിപ്പയർ ചെയ്യുന്നു, അത് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുന്നു, അതിന്റെ സ്റ്റാൻഡേർഡ് നോക്കുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു, അതിനൊന്ന് പ്രീ ടെസ്റ്റ് ചെയ്യുന്നു, അതിന് എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരുപാട് ഡിഫറെന്റ് സ്റ്റേജസ് കഴിഞ്ഞിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ മുന്നിലോട്ട് എത്തുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് standardization of test. Next, what are the advantages of achievement test and what are the disadvantages of achievement
ടെസ്റ്റ്. ഇനി ഇത്തരം ടെസ്റ്റിന്റെ ഒക്കെ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റി, അല്ലെങ്കിൽ അവർ എത്രത്തോളം പഠിച്ചു, പഠനം എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളെ വീണ്ടും വീണ്ടും വളരെ ഹാർഡർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എൻകറേജ് ചെയ്യാൻ സാധിക്കും അല്ലെ. പിന്നെ ഇവാലുവേഷൻ എന്തായിരിക്കും? കുറച്ചും കൂടെ റിലയബിൾ ആയിരിക്കും, മോർ ഒബ്ജക്റ്റീവ് ആയിരിക്കും. ഓരോ കുട്ടികൾക്കും കിട്ടിയ സ്കോർ എന്താണോ, അവരുടെ പെർഫോമൻസ് എന്താണോ, അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കുട്ടികൾക്കും ഇവാലുവേറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ആർ ദ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് അച്ചീവ്മെന്റ് ടെസ്റ്റ്? ഇനി ഇതിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് പാർട്ട് എന്താണെന്നറിയോ? ഇൻ കേസ് ചില കുട്ടികൾക്ക് വളരെ മോശം മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ആ കുട്ടികളിൽ സ്ട്രെസ് ഉണ്ടാക്കും. അവർക്ക് പഠനത്തിനോട് തന്നെ ഒരു പേടി ചിലപ്പോൾ മേ ബി ഉള്ളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് റിസൾട്ട് ബേസ് ചെയ്തിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കും, പക്ഷേ എക്സാമിന്റെ അന്ന് എന്തെങ്കിലും സുഖമില്ലാത്തത് കൊണ്ടോ വേറെ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് കൊണ്ടോ ഈ കുട്ടിക്ക് നല്ലൊരു മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ കുട്ടിക്ക് ഒന്നും അറിയില്ല എന്നുള്ളത്. സോ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡാണ് ഇത് പറയുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി റിസൾട്ട് എന്താണോ അത് ബേസ് ചെയ്തിട്ടാണ് ആ ഒരു കുട്ടിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ആ ഒരു കുട്ടിന്റെ പ്രോപ്പർ ലേണിംഗ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് തീരെ ഇവര് കൺസിഡർ ചെയ്യുന്നില്ല. നെക്സ്റ്റ്, may not suit students with special needs or language problems. ഇനിയും എന്തെങ്കിലും ഒരു ഓട്ടിസം ബാധിച്ച കുട്ടികൾ, സ്പെഷ്യലി ഡിസേബിൾഡ് ആയിട്ടുള്ള പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്കോ അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ നമ്മുടെ നോർമൽ ഒരു പരീക്ഷാ രീതി വർക്ക് ആയിക്കൊള്ളണം എന്നില്ല. സോ ഇതാണ് എക്സാംസിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താന്നുള്ളത്. ഒരു കുട്ടിക്ക് എത്രത്തോളം ലേൺ ചെയ്യാൻ പറ്റി, അവർക്ക് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റി ആ ഒരു സബ്ജക്റ്റിൽ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇനി ഒരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്, അതിന്റെ കുറച്ചും കൂടെ ഒരു ഡീപ്പർ ലെവലിലോട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, പ്ലാനിങ് എ ടെസ്റ്റ്. നമുക്ക് ഏത് സബ്ജക്റ്റിലാണ്, ഫോർ എക്സാമ്പിൾ മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിലെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ആ ഒരു സബ്ജക്ട് കോണ്ടന്റ് ഒന്ന് നമ്മൾ റിവൈസ് ചെയ്യണം. എത്ര സമയത്തിന്റെ എക്സാം ആണ് അല്ലെ, എത്ര സമയം കൊണ്ടാണ് അവർ ഇത് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആദ്യം പ്ലാൻ ചെയ്യണ്ടേ. ഏതൊക്കെ ടോപ്പിക്സ് വേണം, എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു പ്രീ പ്ലാൻ നമുക്ക് ആദ്യം വേണം. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ടെസ്റ്റ് ഡിസൈൻ. ഇനി നമ്മുടെ എത്ര മാർക്സ് എന്നുള്ള നമ്മൾ ഫൈനലൈസ് ചെയ്തു, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ളത് തീരുമാനിക്കണ്ടേ. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, നമ്മുടെ എന്താ പറയാ, എനിക്ക് ആ പേര് കിട്ടുന്നില്ല, നമ്മളെ കേട്ടറ്റിനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ, ഓക്കെ, എനിക്ക് കിട്ടുന്നില്ല, നമ്മുടെ ഈ നോളേജ് ലെവൽ ക്വസ്റ്റ്യൻസ് എത്രത്തോളം വേണം, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ക്വസ്റ്റ്യൻസ് എത്രത്തോളം വേണം, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഇൻക്ലൂഡ് ചെയ്യണം, ഇവരുടെ സ്കിൽ അളക്കാനുള്ള ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഇൻക്ലൂഡ് ചെയ്യണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ CBSE സ്കൂൾ ആയിക്കോട്ടെ, കേരള സിലബസ് സ്കൂൾ ആയിക്കോട്ടെ, നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. ഞാനൊരു ടീച്ചറാണ്, ഞാൻ ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് നോക്കാറുണ്ട്. അത് ക്രൈറ്റീരിയ ആണ്, അത് നോക്കിയേ പറ്റുള്ളൂ. ഇതില് അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ള ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ലെവൽ അത് എത്രത്തോളം ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. എത്ര ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുക്കണം, എത്ര മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൊടുക്കണം, മാച്ചിങ് ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു ടെസ്റ്റ് ഡിസൈൻ ചെയ്യുന്നതിന്റെ മുന്നേ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, ഇനി നമ്മളൊരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. നെക്സ്റ്റ്, ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കണം അല്ലെ. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും പ്രിപ്പയർ ചെയ്യേണ്ടത് ബ്ലൂ പ്രിന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മളൊക്കെ ബ്ലൂ പ്രിന്റ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാറുള്ളത്. അതായത് നമ്മുടെ സിലബസിൽ അല്ലെങ്കിൽ കോണ്ടന്റിലെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തോ എന്നുള്ളത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഈ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിൽ നോളേജ് ലെവൽ, ഈ കുട്ടിന്റെ നോളേജ് അളക്കുന്ന 20% ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അണ്ടർസ്റ്റാൻഡിങ് പാർട്ടിൽ ഇപ്പൊ നമ്മളൊരു കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും.
അതാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്. അത് 40% ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ അപ്ലിക്കേഷൻ ലെവൽ അല്ലെ, നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതിന്റെ ഇപ്പൊ ഒരു ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ നമ്മൾ പഠിപ്പിച്ചു, 3 ലോസ് ഓഫ് മോഷൻ പഠിപ്പിച്ചു എന്ന് വിചാരിക്കുക. അത് ബേസ് ചെയ്തിട്ട് പല അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക അല്ലെ. എന്തുകൊണ്ടാണ് നമ്മളെ ബോട്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ പറവകള് പറക്കുമ്പോൾ അവര് മുകളിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ സ്വിം ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് സ്വിം ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് മുന്നിലോട്ട് പോകുന്നു, ഇതെല്ലാം അപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ 30% നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെ, സ്കിൽ ബേസ്ഡ് ആയിട്ട് 10% ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. സോ ഇത്തരം ഈ ഒരു ക്രൈറ്റീരിയാസ് എല്ലാം മനസ്സിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. ബ്ലൂ പ്രിന്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് റൈറ്റിംഗ് ദ ഐറ്റംസ് അല്ലെ. നമ്മുടെ ലാംഗ്വേജ് ക്ലിയർ ആണോ, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണോ, മീനിങ് ഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണോ, കുട്ടികൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ആണോ എന്നുള്ളത് തീരുമാനിക്കുക. നെക്സ്റ്റ് അസംബ്ലിംഗ് ദ ടെസ്റ്റ്. അവസാനം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുക്കുക, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ അല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. സോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഒരു പ്ലാൻ അനുസരിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്? എന്തൊക്കെയാണ് നമുക്കറിയാം അല്ലെ. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യൻസ്, ഇതിന്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഇഷ്ടമുള്ള ഭാഗമായിരുന്നില്ലേ അത്. ഫസ്റ്റ് വൺ, ചാൻസ് ഓഫ് ഗെറ്റിംഗ് മോർ മാർക്സ് ഇൻ ലെസ് ടൈം. കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഒരുപാട് മാർക്സ് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. ഇവാലുവേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റോട് കൂടെ അവർ അറ്റൻഡ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് MCQ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് അവർ ആലോചിച്ച് ചിന്തിച്ച് അവർ ആ ഒരു കറക്റ്റ് 4 ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അല്ലെ. അവർ ഒരുപാട് തിങ്കിങ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് MCQ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് questions. Next, what are the disadvantages of objective type questions? First one, demands high printing cost. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിന്റ് ചെയ്യാന്ന് പറയും, പ്രിന്റിംഗ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. സെക്കൻഡ് വൺ, ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിന് ആപ്റ്റ് ആയിട്ടുള്ള 4 ഓപ്ഷൻസ് വേണം. നമുക്ക് എസ്സേസോ അല്ലെങ്കിൽ ഷോർട്ട് ആൻസേഴ്സോ ആണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ല അല്ലെ. നെക്സ്റ്റ് വൺ, ഡസ് നോട്ട് ഹെൽപ്പ് സ്റ്റുഡൻസ് ലാംഗ്വേജ് എബിലിറ്റി. അതായത് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ആൻസർ അവർ ചൂസ് ചെയ്ത് എഴുതല്ലേ, ഒരിക്കലും അവരുടെ ലാംഗ്വേജിനെ ഇത് ഇമ്പ്രൂവ് ആക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ എസ് ഒക്കെ എഴുതുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് എഴുതാനൊക്കെ ഉള്ള സ്കിൽസ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഇതിൽ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ്സും ഇല്ല. നെക്സ്റ്റ്, ലൂസ് ഫുൾ മാർക്ക് ഫോർ റോങ് ആൻസേഴ്സ്. ഇതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇൻ കേസ് നമ്മുടെ ധാരണകൾ തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് പോകും. പെട്ടെന്ന് മാർക്ക് കിട്ടാനും എളുപ്പമാണ്, പെട്ടെന്ന് മാർക്ക് പോവാനും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ സാധ്യത കൂടുതലാണ് കേട്ടോ. സോ ദാറ്റ് ഇസ് അബൌട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ റിലേറ്റ് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. നമ്മൾ ഒരു ലെസ് ദാൻ 4 ലൈൻസ് 4 ലൈൻസിൽ കവിയാതെ എഴുതുന്ന ക്വസ്റ്റ്യൻസിനെയാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് കുട്ടികളെ ഒരുപാട് തിങ്ക് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എഴുതുന്ന ഒരു സെക്ഷൻ ആണ് അല്ലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരുവിധം എല്ലാ എൻറ്റയർ സിലബസിനും കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ കുട്ടികൾക്ക് എത്രത്തോളം സബ്ജക്ട് മാറ്റർ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ദേ ക്യാൻ സ്കോർ ഫുൾ മാർക്സ്. പെട്ടെന്ന് തന്നെ ഫുൾ മാർക്സ് അവർക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് പെട്ടെന്ന് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെ. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഷോർട്ട് ആൻസർ. നെക്സ്റ്റ്, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിന്റെ എന്തൊക്കെയാണ് പ്രത്യേകതകള്? ആൻസർ ഷുഡ് നോട്ട് എക്സീഡ് മോർ ദാൻ 100 വേർഡ്സ്. 100 വേർഡ്സിൽ കവിയാതെ എഴുതണം അല്ലെ. ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ സബ്ജക്റ്റീവ് ആയിരിക്കും. നമ്മൾ വളരെ വ്യക്തമായിട്ട് അവർ ഓരോ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഇനി ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് എത്രത്തോളം ക്രിയേറ്റിവിറ്റി ഉണ്ട്, എത്രത്തോളം നോളേജ് ഈ കുട്ടിക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫൈനലി, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെ. ഒരുപാട് ഡിഫറെന്റ് പാരാഗ്രാഫ് ആൻഡ് പേജസ് യൂസ് ചെയ്ത് നമ്മൾ എഴുതുന്ന ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിനെയാണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തിലാണ് ശരിക്കും നമ്മുടെ കുട്ടിക്ക് എത്രത്തോളം ലോജിക്കൽ തിങ്കിങ് ഉണ്ട്, ക്രിട്ടിക്കൽ റീസണിങ് ഉണ്ട്, തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്,
പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഴിവ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റനിൽ നിന്നാണ്. ഈ ഒരു കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള വ്യൂസും ഒപ്പീനിയൻസും എല്ലാം തുറന്നു കാട്ടി അവരുടെ ഐഡിയാസും എല്ലാം എഴുതുന്നത്, ഓപ്പൺ ആയിട്ട് എഴുതുന്നത് എപ്പോഴും എസ്സേ ടൈപ്പ് ക്വസ്റ്റൻസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും കേട്ടോ എസ്സേ ടൈപ്പ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ പർപ്പസ് പവർ ഓഫ് സെലക്ടീവ് റീകോൾ ഇൻഫോർമേഷൻ. എസ്സേ ടൈപ്പ് ക്വസ്റ്റൻസ് എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലെ. ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് നമുക്ക് എഴുതേണ്ടി വരും. സോ ആ ഒരു റീകോൾ ചെയ്യാനുള്ള ആ ഒരു പവർ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കൂടും. നമുക്ക് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും ആൻസേഴ്സിൽ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, പിന്നെ നമ്മൾ അതിൽ നിന്ന് മെല്ലെ നമ്മുടെ ടോപ്പിക്കിലോട്ട് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് കടന്നു, പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും സബ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തു, പിന്നെ അതിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലോട്ട് എത്തി. ഒരു പ്രോപ്പർ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ആ ഒരു ആൻസേഴ്സിൽ കാണാൻ കഴിയും. ക്രിയേറ്റീവ് തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എല്ലാം ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. ഇനി വാട്ട് ആർ ദ മെറിറ്റ്സ്? ഫസ്റ്റ് വൺ, ചാൻസ് ഓഫ് കോപ്പിയിങ് ആർ മിനിമം. ശരിയാണ് അല്ലെ. കോപ്പി അടിക്കാനുള്ള ചാൻസ് എസ്സേ ക്വസ്റ്റൻസിൽ കുറച്ച് ബുദ്ധിമുട്ടാ. MCQ പോലെയൊന്നും അല്ല. കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ്, take lesser time to set an essay than objective question. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് സമയം മതി ശരിക്കും നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടാക്കാൻ. പിന്നെ നമ്മുടെ ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജി എത്രത്തോളം ക്വാളിറ്റി ഉള്ളതായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും ഒരു കുട്ടിയുടെ എസ്സേ വായിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ദാറ്റ് ആർ ദ മെറിറ്റ്സ് ഓഫ് essay type questions. And what are the demerits? അല്ലെ, ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഒരുപാട് കാര്യം എഴുതുമ്പോൾ കുട്ടിന്റെ ഹാൻഡ് റൈറ്റിംഗ്, അവരുടെ ക്വാളിറ്റി ഓഫ് ഹാൻഡ് റൈറ്റിംഗ് മേ ബി റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇറ്റ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു റോട്ട് മെമ്മറി. എസ്സേയിൽ എന്താ ഉണ്ടാവുന്നത്, നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ടാവില്ല. ഇത് കഴിയുമ്പോൾ ഇത് എഴുതണം, ഇത് കഴിയുമ്പോൾ ഇത് എഴുതണം. ഒരു എന്താ പറയാ, നമ്മൾ പഠിച്ചത് അങ്ങോട്ട് കൊണ്ടുപോയി ഛർദിക്കാന്ന് പറയില്ല. അപ്പൊ അങ്ങനെ കാണാപ്പാടം പഠിക്കുന്ന ഒരു സംഭവമായിരിക്കും എസ്സേസിൽ വരുന്നത്. അപ്പൊ അത് ഒരു നെഗറ്റീവ് ആണ്. ആൻഡ് ദേ ആർ ലെസ് റിലയബിൾ ആൻഡ് വാലിഡിറ്റി. അല്ലെ, പെട്ടെന്ന് നമ്മൾ എന്താ പറയാ, അങ്ങനെ വാലിഡിറ്റി ഉണ്ടായിരിക്കില്ല. നമ്മൾ പഠിച്ചത് നമ്മൾ ആ ഒരു എസ്സേ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ സ്റ്റക്ക് ആയിക്കൊള്ളണം എന്ന് ഇല്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് essay type questions, short answer type questions, and objective type questions and all. Okay, next, what are the principles of constructing test items? നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാട്ടോ പറയുന്നത്. നമ്മളൊരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് വേണ്ടത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യൻസിന് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ സ്കീം ആയിരിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻസ് വളരെ ക്ലിയർ ആയിരിക്കണം, ഡെഫിനറ്റ് ആയിട്ട് വ്യക്തമായിട്ട് ഒരു വ്യക്തതയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ചോയ്സസ് ഉണ്ടായിരിക്കണം അല്ലെ. 4 or more ഓപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. നമ്മുടെ റൂൾസ് ഓഫ് ഗ്രാമർ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. ട്രൂ ഓർ ഫോൾസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. പിന്നെ സപ്ലൈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻ കേസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ബ്ലാങ്ക്സ് പ്രൊവൈഡ് ചെയ്യില്ലേ, ആ ബ്ലാങ്ക്സ് എല്ലാം ഈക്വൽ ലെങ്തിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ ഒരുപാട് ഡാഷ് ഇട്ട ക്വസ്റ്റ്യൻസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ പ്രധാനമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ്, ഫീഡ്ബാക്ക് ഡിവൈസസ് അല്ലെ. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കുട്ടികൾക്കും ടീച്ചേഴ്സിനും പ്രൊവൈഡ് ചെയ്യാനും കിട്ടാനും സാധിക്കണ്ടേ, അതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ ടീച്ചിങ് ലേണിംഗിൽ ഫീഡ്ബാക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ സൈഡ് ഇംപ്രൂവ് ചെയ്യാനും കുട്ടികളുടെ സൈഡ് ഇംപ്രൂവ് ചെയ്യാനും ഫീഡ്ബാക്കിന് ഒരു വളരെ ലീഡിങ് റോള് തന്നെയുണ്ട്. അത് ടീച്ചേഴ്സിന് കുട്ടികൾക്കും അല്ലെങ്കിൽ കുട്ടികൾ ഫ്രണ്ട്സിന് അവരുടെ പിയർ ഗ്രൂപ്പ്സിൽ നിന്ന് എല്ലാം ഈ ഒരു ഫീഡ്ബാക്സ് നമുക്ക് കിട്ടാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരിക്കലും ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മളൊരു മുൻവിധി വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് വേറെ എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടോ ആയിരിക്കും നമ്മൾ ഫീഡ്ബാക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ക്ലിയർലി അത് അവരുടെ ലേണിംഗിനെ ബേസ് ചെയ്തിട്ടും അവരുടെ അച്ചീവ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കണം നമ്മൾ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഗൈഡൻസ് എന്തായാലും നമ്മൾ ഒരു ഇംപ്രൂവ്മെന്റിന് സ്കോപ്പ് എടുത്ത് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അല്ലെ അവർക്ക് മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ ഒരു അസസ്മെന്റിൽ ഇൻ കേസ് മാർക്ക് കുറച്ച് കുറഞ്ഞാലും അടുത്ത അസസ്മെന്റിൽ എനിക്ക് നല്ല മാർക്ക് വാങ്ങണം, കുട്ടികളുടെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ നമ്മൾ ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് ഈ ഒരു ഫീഡ്ബാക്കിലൂടെ കിട്ടും. ജസ്റ്റിഫൈ ടു സ്റ്റുഡൻസ് ഹൗ ദിയർ മാർക്സ് ഓർ ഗ്രേഡ്സ് ആർ ഡിറൈവ്ഡ്. പിന്നെ അവർക്ക് അവരുടെ മാർക്സ് എങ്ങനെയാണ് കിട്ടിയത് അല്ലെ, അവർക്ക് എത്രത്തോളം കുട്ടികൾക്ക് നമുക്ക് പ്രോപ്പർ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും എവിടെയാണ് മാർക്ക് പോയത് ഉള്ളത് എന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ,
സോ പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു നമ്മൾ കുട്ടികളെ ഡിസൈൻ ഫീഡ്ബാക്ക് കമ്പണീസ് ദാറ്റ് ഇൻവൈറ്റ് സെൽഫ് ഇവാലുവേഷൻ ആൻഡ് ഫ്യൂച്ചർ ലേണിംഗ് മാനേജ്മെന്റ്. നമ്മളെ കുട്ടികൾക്ക് ഫീഡ്ബാക്സ് കൊടുക്കുമ്പോൾ അത് എല്ലാ തരത്തിലും അവരൊരു ഫ്യൂച്ചർ ലെവലിലോട്ട് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ നിന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, നീ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരിക്കലും ഒരു സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് അവിടെ ഇല്ല. സോ എപ്പോഴും ആ ഒരു കുട്ടിന്റെ ഫ്യൂച്ചറിനെ ഒരു ഇംപ്രൂവ്മെന്റിന് സ്കോപ്പുള്ള ഫീഡ്ബാക്സ് ആണ് നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടെക്നിക്സ് ഫോർ ഗെറ്റിംഗ് ഫീഡ്ബാക്ക് ഓഫ് സ്റ്റുഡൻസ്. നമ്മള് ഇനി കുട്ടികളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടാനുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഒബ്സർവ് ദ സ്റ്റുഡൻസ് ബോഡി ലാംഗ്വേജ്. കുട്ടികളുടെ ബോഡി ലാംഗ്വേജ് എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യുക അല്ലെ. പിന്നെ പോസ് ക്വസ്റ്റ്യൻസ് ടു ടെസ്റ്റ് ദ നോളേജ്. നമ്മള് എന്താണെന്നറിയോ, ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ ഒരു കാര്യം പഠിപ്പിക്കുമ്പോ എന്താണ് നമ്മളിപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് മനസ്സിലാവുമ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിന്ന് മാറി മറിഞ്ഞൊക്കെ അവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ, ഈ കുട്ടിക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇല്ലേ എന്നുള്ളത്. അപ്പോ അവരുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കുക അവർക്ക് എത്രത്തോളം കിട്ടി എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അവർക്കത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കുട്ടികളിൽ നിന്ന് ഫീഡ്ബാക്ക് എപ്പോഴും കളക്ട് ചെയ്യുക. പിന്നെ കുട്ടികളെ തന്നെ എന്ത് ചെയ്യുക, സ്മോൾ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് അവർക്ക് തുറന്ന അവരുടെ സജഷൻസ് പറയാനും അവർക്ക് സംസാരിക്കാനുള്ള ഒരു വേദി നമ്മൾ ഒരുക്കി കൊടുക്കുക. സോ ഫീഡ്ബാക്സ് ആർ വെരി ഇമ്പോർട്ടന്റ് ആസ് ഫോർ ഒരു ടീച്ചറിന്റെ കേസ് ആണെങ്കിലും ആസ് എ ലേണർ രണ്ട് സൈഡിലും ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് പല തരത്തിലുള്ള ഫീഡ്ബാക്സ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഫോർമൽ ഫീഡ്ബാക്സ് ഉണ്ട്, ഇൻഫോർമൽ ഫീഡ്ബാക്സ് ഉണ്ട്. എന്താണ് ഇൻഫോർമൽ ഫീഡ്ബാക്ക്? ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് അല്ലെ. നമുക്ക് എപ്പോ വേണമെങ്കിലും കൊടുക്കുന്ന ഫീഡ്ബാക്ക്, നമ്മൾ ഇങ്ങോട്ട് നടക്കുമ്പോഴും അങ്ങോട്ട് നടക്കുമ്പോഴും ഒക്കെ കൊടുക്കുന്ന ഫീഡ്ബാക്സ് ഇല്ലേ, അതിനെയാണ് നീ ക്ലാസ്സിൽ പോയി നീ അപ്പൊ ചെയ്തത് ശരിയായില്ല കേട്ടോ, നിന്റെ ബുക്സ് കംപ്ലീറ്റ് അല്ല, അപ്പൊ നീ ഇതിന് ഇങ്ങനെയൊക്കെ ചെയ്യണം. നമ്മൾ ഇൻഫോർമലി റാൻഡം ആയിട്ട് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് ആണ് ഇൻഫോർമൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അത് കുട്ടികളുടെ എൻകറേജ്മെന്റും അവരുടെ ഡെയിലി മാനേജ്മെന്റ് സിസ്റ്റത്തിലും ഡിസിഷൻ മേക്ക് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും ഒക്കെ സാധ്യമാവുന്നതാണ് ഇൻഫോർമൽ ഫീഡ്ബാക്ക്. ക്ലാസ് റൂമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇൻഫോർമൽ ഫീഡ്ബാക്ക് യൂഷ്വലി ഉണ്ടാവാറുള്ളത്. നെക്സ്റ്റ്, സോ വാട്ട് ഇസ് ഫോർമൽ ഫീഡ്ബാക്ക്? ഫോർമൽ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലേ, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്തിട്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ PTA മീറ്റിംഗ് എല്ലാം ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഓപ്പൺ ഹൗസ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെ, കുട്ടികളുടെ പാരന്റ്സ് വരുമ്പോൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ കുട്ടിയുടെ പാരന്റ് വരുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കണം. അങ്ങനെ പ്ലാൻഡ് ആൻഡ് ഷെഡ്യൂൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് ഫോർമൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻക്ലൂഡ്സ് ദ ലൈക്സ് ഓഫ് മാർക്കിംഗ് ക്രൈറ്റീരിയ. ഈ ഫോർമൽ ഫീഡ്ബാക്ക് എന്തായാലും ഒരു നമ്മുടെ മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവുന്നത്. പിന്നെ പ്രോപ്പർ ആയിട്ട് ആ ഒരു മാർക്ക് നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടിക്കും അതുപോലെ തന്നെ ഓർഗനൈസേഷനും അതൊരു എവിഡൻസ് ആണ് അല്ലെ. നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് എന്ത് ബേസ് ചെയ്തിട്ടാന്നുള്ളതൊക്കെ നമുക്കൊരു പ്രോപ്പർ ആയിട്ടൊരു എവിഡൻസ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് ഫോർമൽ ഫീഡ്ബാക്ക്. നെക്സ്റ്റ്, ഫോർമേറ്റീവ് ഫീഡ്ബാക്ക് വരുന്നുണ്ട്, സമ്മേറ്റീവ് ഫീഡ്ബാക്ക് വരുന്നുണ്ട്. സമ്മേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലെ, അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് ലേണിംഗ്, ആ ഒരു അക്കാഡമിക് ഇയറിന്റെ എൻഡിൽ വെച്ച് നമ്മൾ കുട്ടീനെ ലേണിംഗ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് സമ്മേറ്റീവ് ഫീഡ്ബാക്ക്. ഫോർമേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മൾ കുട്ടികളെ മോണിറ്റർ ചെയ്യുന്നതും അവർക്ക് വേണ്ട ഗൈഡൻസും ഫീഡ്ബാക്കും പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഫോർമേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റുഡൻസ് പിയർ ഫീഡ്ബാക്ക് അല്ലെ. നമുക്ക് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഫീഡ്ബാക്ക്, നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പിയേഴ്സ് വളരെ സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഏറ്റവും ഹൈലി വാല്യൂഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും. സോ ആ ഒരു കൈൻഡ് ഓഫ് ഫീഡ്ബാക്കും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ വാട്ട് ഇസ് ഫീഡ്ബാക്ക്, ടൈപ്സ് ഓഫ് ഫീഡ്ബാക്സ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, സ്റ്റുഡന്റ് സെൽഫ് ഫീഡ്ബാക്ക് അല്ലെ. നമുക്ക് നമ്മുടെ സെൽഫ് അസസ് ചെയ്യാനും നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളതാണ് സെൽഫ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. എന്നെ കൊണ്ട് കഴിയും, ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് എന്തായാലും നെക്സ്റ്റ് ലെവലിലോട്ട് എത്താൻ പറ്റും. നമ്മൾ നമ്മളെ തന്നെ എൻകറേജ് ചെയ്യുന്നതിനെയും നമ്മളൊരു മോട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് സെൽഫ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഈ എപ്പോഴും നമ്മൾ ഒരാൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടായിരിക്കണം അല്ലെ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്പെസിഫിക് ആയിരിക്കണം. വെറുതെ അതും ഇതും നിങ്ങളുടെ കുട്ടി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ പ്രോപ്പർ ആയിട്ട് തന്നെ വ്യക്തതയോടുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഫീഡ്ബാക്കിന്റെ കാര്യം ആവുമ്പോൾ. പിന്നെ
ടൈംലി അല്ലെ, ടൈം നോക്കണം. നമ്മൾ ഒരുപാട് ഇരുന്ന് ഒരു പാരന്റ്സിനോട് ഇങ്ങനെ ഫീഡ്ബാക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ കുട്ടീനെ ഇരുന്ന് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് ടൈം ബൗണ്ടഡ് ആയിരിക്കണം, അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ആ കുട്ടീന്റെ ബിഹേവിയറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് പറയേണ്ടത്. അല്ല കുട്ടിന്റെ പേഴ്സണാലിറ്റി എന്താണോ എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ട കാര്യം. നമുക്ക് മനസ്സിലാവുന്ന അല്ലെ, ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ഏറ്റവും നമ്മുടെ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിരിക്കണം, വളരെ സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കണം. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷന്റെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കണം നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഗുഡ് ഫീഡ്ബാക്ക് പ്രിൻസിപ്പിൾസ് അല്ലെ. എന്തൊക്കെയാണ് നല്ല ഒരു ഫീഡ്ബാക്ക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പറയുന്നത്. നമ്മൾ എപ്പോഴും ഫീഡ്ബാക്ക് റൈറ്റ് ടൈമിൽ കൊടുക്കണം അല്ലെ. ഇനി നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അത് അവരുടെ ഫ്യൂച്ചർ ലേണിങ്ങിനെയും അവർക്കൊരു സെൽഫ് ഇവാലുവേഷൻ മോട്ടിവേഷൻ നൽകുന്ന ഒരു ഫീഡ്ബാക്ക് കമന്റ്സ് ആണ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്. അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഗൈഡൻസ് ആണ് നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ. നമ്മുടെ കോൺവെർസേഷൻസും നമ്മുടെ ഡയലോഗ്സും എല്ലാം വളരെ ക്ലിയർ ആയിട്ടുള്ളതായിരിക്കണം. അത് അവർക്ക് എപ്പോഴും ഒരു സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റിനുള്ള ടൈപ്സ് ഓഫ് കോൺവെർസേഷൻ ആണ് നമ്മുടെ സൈഡിൽ നിന്ന് എപ്പോഴും ഉണ്ടാവേണ്ടത് കേട്ടോ. സോ ദാറ്റ് ആർ ദ ഗുഡ് ഫീഡ്ബാക്ക് പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ്, അസസ്മെന്റ് ഓഫ് പോർട്ട്ഫോളിയോസ്. എന്താണ് പോർട്ട്ഫോളിയോ? നമ്മൾ പലരും കേട്ടിട്ടുള്ള, ആസ് എ ടീച്ചർ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ വൺ ടൈം എങ്കിലും കേട്ടിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കും പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. എല്ലാ സ്കൂൾസും ഓരോ കുട്ടിയുടെയും വർക്ക്സിന് അല്ലെ, ആ വർക്ക്സിന് ആ കുട്ടി ഒരു വർഷത്തിൽ ചെയ്ത വർക്ക്സ് എന്തൊക്കെയാണോ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് ആ കുട്ടിന്റെ എഫേർട്ടും ആ കുട്ടിയുടെ ഒരു പ്രോഗ്രസ്സും ആ കുട്ടിയുടെ അച്ചീവ്മെന്റും തുറന്നു കാട്ടുന്ന എല്ലാ സബ്ജക്ട്സിലും ആ കുട്ടി ചെയ്ത വർക്ക്സിന്റെ കളക്ഷനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ ബൈ ദ എൻഡ് നമുക്ക് ആ ഒരു കുട്ടിന്റെ പോർട്ട്ഫോളിയോ ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി എന്താണ് ഈ ഒരു വർഷങ്ങളിൽ ചെയ്തിരുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്താണ് ഇറ്റ് ഇൻക്ലൂഡ് സെലക്ഷൻ ക്രൈറ്റീരിയ, ജഡ്ജ്മെന്റ് ക്രൈറ്റീരിയ ആൻഡ് സ്റ്റുഡന്റ് റിഫ്ലക്ഷൻ. നമുക്ക് ഇനി ഒരു കുട്ടീനെ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിലുള്ള ആ കുട്ടീന്റെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ കേസ് നമുക്കൊരു കുട്ടിനെ കുറിച്ച് ജഡ്ജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കുട്ടീന്റെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടിക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും അല്ലെ, ഞാൻ എത്രത്തോളം ഇംപ്രൂവ് ചെയ്തു, ഞാൻ ഈ ഒരു വർഷം എന്റെ ഒരു പെർഫോമൻസ് ഏത് തരത്തിലായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്കും തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും പോർട്ട്ഫോളിയോയിലൂടെ. ഇനി പോർട്ട്ഫോളിയോ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ. ഐഡിയൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്, ഈ ഐഡിയൽ പോർട്ട്ഫോളിയോ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അതിൽ കുട്ടികളുടെ എല്ലാ വർക്ക്സും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ അവർ ചെയ്ത അസസ്മെന്റ്സ്, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഐറ്റംസ്, ഇവന്റ്സ്, അവരുടെ അച്ചീവ്മെന്റ്സ്, മാർക്കിൽ എത്ര അവരുടെ ഫോർമാറ്റീവ് അസസ്മെന്റിലും സമ്മേറ്റീവ് അസസ്മെന്റിലും ഒക്കെ ഉള്ള അവരുടെ മാർക്സ്, ഈ കാര്യങ്ങളെല്ലാം ഉള്ളതായിരിക്കും ഐഡിയൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അത് അവരുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, ഷോക്കേസ് പോർട്ട്ഫോളിയോ അല്ലെ. കുട്ടിന്റെ ബെസ്റ്റ് വർക്ക്സ് എന്താണോ അത് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്തിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അവരുടെ അച്ചീവ്മെന്റ്സ് മാത്രം അല്ലെ. ഇൻ കേസ് എന്താണ് എന്തെങ്കിലും പ്രോഗ്രാംസിലൊക്കെ നടത്തി കലോത്സവങ്ങളിലൊക്കെ വളരെ മികച്ചു നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനത്തെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഷോക്കേസ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഡോക്യുമെന്റേഷൻ പോർട്ട്ഫോളിയോ. ഇത് ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് സമയം എടുത്ത് എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുന്നതാണ് കേട്ടോ. കളക്ട്സ് വർക്ക് ഓവർ ടൈം, ഷോ സ്റ്റുഡന്റ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ഗ്രോത്ത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ആയതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് കുട്ടീന്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ട്, ഇംപ്രൂവ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അസസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഡോക്യുമെന്റേഷൻ പോർട്ട്ഫോളിയോ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇവാലുവേഷൻ പോർട്ട്ഫോളിയോ അല്ലെ. കുട്ടിക്ക് എത്രത്തോളം ലേണിംഗ് അല്ലെങ്കിൽ നോളേജ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അസസ് ചെയ്യാൻ പറ്റും. കുട്ടിയുടെ ലേണിംഗ് ഔട്ട്കം എത്രത്തോളം ഇവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെ. അവരുടെ അസസ്മെന്റിനെ ബേസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ആയിരിക്കും അത്. നെക്സ്റ്റ് വൺ, ക്ലാസ് പോർട്ട്ഫോളിയോ. അതായത് ക്ലാസ് റൂമിൽ ആ കുട്ടിക്ക് ടീച്ചേഴ്സ് എന്തൊക്കെ കമന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, ആ കുട്ടിന്റെ ക്ലാസ് റൂം വർക്ക്സ് എത്രയായിരുന്നു, ക്ലാസ് റൂം പ്രോഗ്രസ് ഉണ്ടായിരുന്നോ എന്നുള്ള ഡെയിലി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ നടത്തുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ക്ലാസ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ ഏത് ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോ ആയിക്കോട്ടെ, ആ ഒരു സ്റ്റുഡന്റിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടൊരു ധാരണ എന്താണ് ആ കുട്ടി ആ സ്കൂളിൽ ഈ കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്
പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ സ്കൂളുകളിലും കുട്ടികളുടെ പോർട്ട്ഫോളിയോസ് സൂക്ഷിക്കാറുണ്ട്. അവർ ആ ഒരു വർഷം ചെയ്ത വർക്ക്സും അവരുടെ ആൻസർ പേപ്പേഴ്സ്, അവരുടെ അസസ്മെന്റ്സ്, അവരുടെ അസൈൻമെന്റ്സ്, അവരുടെ പ്രൊജക്ട്സ് ഇതെല്ലാം നമ്മൾ ഫയൽ ചെയ്ത് ഓരോ കുട്ടികളുടെ പോർട്ട്ഫോളിയോയും സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഇത്തരം പോർട്ട്ഫോളിയോസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് വൺ, ഡെഫിനറ്റ്ലി കുട്ടികളുടെ പ്രോഗ്രസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അവർ ഓവർ ടൈം അവരുടെ ലേണിംഗ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരു എക്സാം ബേസ്ഡ് ജഡ്ജ്മെന്റ് നടത്തുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലെ ഇത്. നമ്മുടെ കുട്ടികളുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, സ്ട്രെങ്ത് സൈഡ് എന്തൊക്കെയാന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്കൊരു എന്താ പറയുക, ഒരു റിഫ്ലക്ഷൻ ആണ്. പോർട്ട്ഫോളിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു സെൽഫ് റിഫ്ലക്ഷൻ കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാവാൻ സാധിക്കും. So that are the advantages of portfolios. Next, what is reflective journal? എന്താണ് ഈ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് നോക്കാട്ടോ. ഈ റിഫ്ലക്റ്റീവ് ജേർണൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വേ ടു റെക്കോർഡ് ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഇപ്പോ റിഫ്ലക്റ്റീവ് ജേർണൽ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് എന്ത് ഐഡിയാസ് ഉണ്ടായിക്കോട്ടെ, എന്ത് തോട്ട്സ് ആയിക്കോട്ടെ, അതെല്ലാം അവർ എക്സ്പ്രസ് ചെയ്യുന്നതാണ് റിഫ്ലക്റ്റീവ് ജേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി കുട്ടികൾ പല കാര്യങ്ങൾ എഴുതുമ്പോഴും അവര് വളരെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്തിട്ടായിരിക്കും കുട്ടികൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ. അവർ പഠിച്ച കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവരുടെ തോട്ട്സും ഐഡിയാസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റിഫ്ലക്റ്റീവ് ജേർണൽസ് എല്ലാ തരത്തിലും കുട്ടികൾക്ക് ഒരു സെൽഫ് അവയർനെസ്സും അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ സാധിക്കും കേട്ടോ. ഇനി വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് റിഫ്ലക്റ്റീവ് ജേർണൽസ്? നമ്മളൊരു ജേർണൽസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എന്താന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, സ്ട്രക്ചേർഡ് ജേർണൽസും ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ജേർണൽസും ഉണ്ട്. സ്ട്രക്ചേർഡ് ജേർണൽസ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ഗെറ്റ് ക്വസ്റ്റ്യൻസ് ഓർ ടാർഗറ്റ്സ് ടു റൈറ്റ് ഓൺ. നമ്മളിപ്പോ എസ് എ കോമ്പറ്റീഷൻ ഒക്കെ നടത്തില്ലേ, സ്കൂളില് എലക്യൂഷൻ നടത്തും, എസ് എ കോമ്പറ്റീഷൻസ് നടത്തും. ഓൾറെഡി നമ്മളൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് പ്രിപ്പയർ ചെയ്ത് കുട്ടിനെ കൊണ്ട് എഴുതിപ്പിക്കുന്നതിനെയാണ് സ്ട്രക്ചേർഡ് ജേർണൽസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഓൺ ദ സ്പോട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ അവർ വളരെ തിങ്ക് ചെയ്ത് അവർ വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവര് എഴുതും. നെക്സ്റ്റ്, അൺസ്ട്രക്ചേർഡ് ജേർണൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് തോന്നുന്ന കാര്യങ്ങളും അവരുടെ തോട്ട്സും ഫീലിങ്സും എന്തോ ആയിക്കോട്ടെ അതെല്ലാം ഫ്രീ ആയിട്ട് എഴുതുന്ന കാര്യമാണ് അൺസ്ട്രക്ചേർഡ് ജേർണൽ എന്ന് പറയുന്നത്. ഇതിന് സ്പെസിഫിക് ആയിട്ട് ഇൻസ്ട്രക്ഷനോ കാര്യമോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. കുട്ടികൾ അവരുടെ തോട്ട്സും കാര്യങ്ങളെല്ലാം വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് അൺസ്ട്രക്ചേർഡ് ജേർണൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഒരു റിഫ്ലക്റ്റീവ് ജേർണലിൽ എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, students should discuss or give their views about a topic. നമ്മളിപ്പോ ഒരു ടോപ്പിക് കൊടുക്കുകയാണ് അല്ലെ, ഒരു എന്താ പറയാ, നമ്മള് പ്രളയം ഉണ്ടായി അല്ലെ, ഈ കേരളത്തില് പ്രളയം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് കൊടുക്കുകയാണെങ്കിൽ അവര് അവരുടെ വ്യൂസും അവരുടെ ഡിസ്കഷൻസും എല്ലാം പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരിക്കണം. അതിനുശേഷമാണ് അവർ സംസാരിക്കേണ്ടത്. ദേ ഷുഡ് എക്സാമിൻ ഓർ അനലൈസ് മെറ്റീരിയൽസ് ഓർ റിസോഴ്സസ് ടു ബിൽഡ് ആർഗ്യുമെന്റ്സ്. ഇനി അങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ അവരുടെ ആർഗ്യുമെന്റ് അല്ലെ, ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ളത് എനിക്ക് തെളിയിക്കണമെങ്കിൽ എന്താണ്, പ്രോപ്പർ ആയിട്ട് ആ ഒരു ടോപ്പിക്കില് പല റിസോഴ്സസും മെറ്റീരിയൽസും യൂസ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ എക്സാമിനിങ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്റെ നിലപാടിൽ വളരെ വ്യക്തമായിട്ട് ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ, കമ്പയർ ഓൾഡ് ആൻഡ് ന്യൂ നോളേജ് ഓൺ എ ടോപ്പിക്. ഇനി നമ്മളൊരു ടോപ്പിക് കൊടുക്കുമ്പോൾ ആ ഒരു ടോപ്പിക്കിൽ ആ കുട്ടിക്ക് പണ്ട് എത്രത്തോളം അറിവുണ്ടായിരുന്നു, പുതുതായിട്ട് എന്തൊക്കെ അറിവുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ask questions and think deeply using given resources. നമുക്ക് എന്താന്ന് വെച്ചാൽ വളരെ ഡീപ്പറായിട്ട് തിങ്ക് ചെയ്യാനും പല കാര്യങ്ങൾ ചോദിക്കാനും എല്ലാം റിഫ്ലക്റ്റീവ് ജേർണലില് സാധിക്കും കേട്ടോ. സോ കുട്ടികൾക്ക് എപ്പോഴും ഒരു എന്താ പറയാ, ഒരു ഓപ്പൺ അപ്പ് ആയിട്ട് അവരുടെ വ്യൂസും തോട്ട്സും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേദിയാണ് റിഫ്ലക്റ്റീവ് ജേർണൽ എന്ന് പറയുന്നത്. അത് ഒരുപാട് കാര്യത്തിൽ അവർ വളരെ ഡീപ്പായിട്ട് റിസർച്ച് നടത്താനും എല്ലാം ഇതിലോടുകൂടെ സാധ്യമായിട്ട് വരും. ഇനി നമ്മളൊരു റിഫ്ലക്റ്റീവ് ജേർണൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് കുട്ടിന്റെ പേര് എന്താണോ, ഏത് സെക്ഷൻ ആണോ, ഏത് സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണോ, ടോപ്പിക് എന്താണ് എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ മുകളിൽ എഴുതുന്നത്. പിന്നെ നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം മെൻഷൻ ചെയ്യും. പിന്നീട് നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അതിലോട്ട് എഴുതും. പിന്നെ നമുക്ക് ആ ടോപ്പിക്കിനെ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ പോലെയുള്ള ടോപ്പിക് ഒക്കെ ആണെങ്കിൽ അതിന് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉണ്ടായ അനുഭവങ്ങളോ അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതാൻ പറ്റും. പിന്നെ ഡൗട്ട്സ്, ക്വസ്റ്റ്യൻസ്, തോട്ട്സ്, നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സോ
നമ്മുടെ അഭിപ്രായങ്ങളോ ക്വസ്റ്റ്യൻസോ എല്ലാം നമുക്ക് അതിൽ റേസ് ചെയ്യാൻ പറ്റും. ഫൈനലി നമുക്ക് അതിനെ കുറിച്ച് ഒരു സമ്മറി എഴുതാൻ പറ്റും. സോ ലാസ്റ്റ് നമുക്ക് ടീച്ചേഴ്സിന് റിമാർക്ക് ചെയ്യാനുള്ള ഒരു കോളോ ടീച്ചേഴ്സിന് സിഗ്നേച്ചർ ഇടാനുള്ള ഒരു കോളോ ആയിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. സോ ഇങ്ങനെയാണ് റിഫ്ലക്റ്റീവ് ജേർണലിന്റെ മോഡൽ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റിഫ്ലക്റ്റീവ് ജേർണൽ? ഈ റിഫ്ലക്റ്റീവ് ജേർണൽ എന്ന് പറയുമ്പോൾ നമ്മൾ എസ്സേ കോമ്പറ്റീഷൻ ഒക്കെ പോകുന്ന പോലെ തന്നെയാണ്. ആക്റ്റീവ് തിങ്കിങ് ഉണ്ടാവില്ലേ, മോർ ഡീപ്പായിട്ട് ആ ഒരു കുട്ടി ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ചിന്തിക്കും, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും, ഇംപ്രൂവ്ഡ് റൈറ്റിംഗ് സ്കിൽ, നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് വളരെ ഇംപ്രൂവ് ആവും അല്ലെ. നെക്സ്റ്റ് വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിഫ്ലക്റ്റീവ് ജേർണൽ? ഫസ്റ്റ് വൺ, ഹാർഡ് ടു മാർക്ക് ഫെയർലി. ഇതെന്താണെന്നറിയോ? ഇത് നമ്മൾ ഈ റിഫ്ലക്റ്റീവ് ജേർണൽ എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഓരോ കുട്ടികളുടെയും വ്യൂസ് ആൻഡ് ഒപ്പീനിയൻസ് ഡിഫറെന്റ് ആയിരിക്കും. പല ടീച്ചേഴ്സ് ഒരു സെയിം ജേർണൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് മാർക്സ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സോ ആ ഒരു ഫെയർ മാർക്കിംഗ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് വൺ, ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു ചെക്ക്. ഇതെന്താന്ന് പറയുക, ഒരു കുട്ടിയുടെ ഒരു ഫുൾ തോട്ട് ആൻഡ് ഫുൾ ഐഡിയാസ് ആണ് അല്ലെ. സോ അത് ചെക്ക് ചെയ്യുക ഡീപ്പായിട്ട് എന്ന് പറയുന്നത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ് ആണ്. നെക്സ്റ്റ് വൺ, പ്രൈവസി ഇഷ്യൂ ഉണ്ടായിരിക്കും അല്ലെ. ചില കുട്ടികൾക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള തോട്ട്സോ അവരുടെ അഭിപ്രായങ്ങളോ എക്സ്പ്രസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കുട്ടികൾ ഉണ്ടായിരിക്കും. സോ അങ്ങനത്തെ കുട്ടികൾക്ക് ഇതൊരു അത്തരം പ്രൈവസി ഇഷ്യൂസും റിഫ്ലക്റ്റീവ് ജേർണലിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ആണ് ഫീൽഡ് എൻഗേജ്മെന്റ് യൂസിങ് റൂബ്രിക്സ്. റൂബ്രിക്സ് എന്താണെന്നുള്ള കൺസെപ്റ്റ് ആണ് കേട്ടോ നോക്കുന്നത്. ഇറ്റ് മീൻസ് ഹൗ ഇൻവോൾവ് ആൻഡ് ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ആർ ഇൻ ലേണിംഗ്. നമ്മുടെ കുട്ടികൾ പഠനത്തിൽ എത്രത്തോളം ഇൻവോൾവ്ഡ് ആണ്, എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. വെൻ സ്റ്റുഡൻസ് ആർ ക്യൂരിയസ് ഓർ എക്സൈറ്റഡ് ദേ ലേൺ ബെറ്റർ. നമുക്കറിയാലേ, നമ്മുടെ കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ഗ്രാസ്പ് ചെയ്തെടുക്കും. സോ വാട്ട് ഇസ് റൂബ്രിക്സ്? ഓക്കെ, റൂബ്രിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടൂൾ ആണ്. ടീച്ചേഴ്സ് ആണ് ഈ ഒരു റൂബ്രിക്സ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളുടെ വർക്ക്സും അവരുടെ സ്ട്രെങ്ത്തും എല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റൂബ്രിക്സ് എന്ന് പറയുന്നത്. സോ വ്യക്തമായിട്ട് എന്താണ് ഒരു ഗ്രേഡിംഗ്, നമ്മളൊരു ഗ്രേഡിംഗ് കൊടുക്കുമ്പോൾ അതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടായിരിക്കും അല്ലെ. ഞാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഈസി എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഔട്ട് ഓഫ് 100 92 ആൻഡ് എബവ് മാർക്സ് കിട്ടിയ കുട്ടിക്ക് നമ്മൾ A1 ആണ് നമ്മുടെ റൂബ്രിക്. ഓക്കെ, പിന്നെ ഇപ്പൊ 80 to 92 ഉള്ള കുട്ടിക്ക് നമ്മൾ B കൊടുക്കും. പിന്നെ 70 to 80 ഉള്ള കുട്ടിക്ക് നമ്മൾ C കൊടുക്കും. അതൊരു വ്യക്തമായിട്ടുള്ള ഒരു ടൂളാണ് അല്ലെ. കുട്ടികളുടെ വർക്ക് നമുക്ക് വളരെ പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്താണ് അസസ് ചെയ്യാൻ പറ്റും. ഒരു ക്ലിയർ റൂൾ അവിടെ ഉണ്ടായിരിക്കും അല്ലെ. ദാറ്റ് ഇസ് വാട്ട് കോൾഡ് റൂബ്രിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ യൂസസ് ഓഫ് റൂബ്രിക്സ് ഇൻ ഫീൽഡ് എൻഗേജ്മെന്റ്? നമുക്ക് ഗ്രേഡിങ്സ് അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഗ്രേഡിങ്സ് കൊടുക്കാൻ പറ്റും. കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ എല്ലാം നമുക്ക് കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ദേ മേക്ക് ഗ്രേഡിംഗ് ഫെയർ ആൻഡ് ക്ലിയർ. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫെയർ ഗ്രേഡിംഗ് സിസ്റ്റം ആയിരിക്കും റൂബ്രിക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാവുന്നത് കേട്ടോ. ഇനി റൂബ്രിക്സ് പല തരത്തിലുണ്ട് കേട്ടോ, വളരെ എളുപ്പമാണ്. ഫസ്റ്റ് വൺ, ഹോളിസ്റ്റിക് സ്കെയിൽസ്. ഇതെന്താണെന്നറിയോ? നമ്മൾ ആ കുട്ടിയുടെ ഒരു ഹോൾ വർക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു ഓവറോൾ സ്കോർ കൊടുക്കുന്നതിനെയാണ് ഹോളിസ്റ്റിക് സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഒരു കുട്ടിയെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ വെരി വീക്ക് റൈറ്റർ ആണ്, അല്ലെങ്കിൽ കുട്ടി ഒരു വീക്ക് റൈറ്റർ ആണ്, ഒരു ഫെയർ റൈറ്റർ ആണ് എന്നുള്ള തരത്തിൽ നമ്മൾ എന്താണ് കുട്ടീനെ സ്കോർ ചെയ്യുന്നതാണ് ഹോളിസ്റ്റിക് സ്കെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ചെക്ക് ലിസ്റ്റ് അല്ലെ. ടിക്ക് മാർക്സ് ഫോർ കംപ്ലീറ്റഡ് ടാസ്ക്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ടാസ്ക് കൊടുക്കും കുട്ടികൾക്ക്. ഈ കാര്യങ്ങൾ ചെയ്തോ, ഈ കാര്യങ്ങൾ കുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കും. ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ കുട്ടി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കും. അതിനെയാണ് നമ്മൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ടിക്ക് ചെയ്ത് പോകില്ലേ, അപ്പൊ അതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റേറ്റിംഗ് സ്കെയിൽസ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് എന്താന്ന് വെച്ചാൽ സ്കോർസ് ഗിവൺ ബേസ്ഡ് ഓൺ ക്വാളിറ്റി ലെവൽസ്. അതായത് ഒരു കുട്ടി ബിലോ ആവറേജ് ആണോ, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എബവ് എക്സ്പെക്ടേഷൻ ആണോ, അതിനെയാണ് നമ്മൾ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ലെവൽ ബേസ് ചെയ്തിട്ട് കൊടുക്കുന്ന സ്കോർസ് ആണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അനലിറ്റിക് സ്കെയിൽ. അതായത് നമ്മൾ ഈ ഒരു നമ്മുടെ കൺസെപ്റ്റിനെ ഒരുപാട് കാര്യമായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓരോ പാർട്ടിനായിരിക്കും സ്കോർ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, റൈറ്റിംഗ് പാർട്ടിന് ഇത്ര മാർക്ക്, ക്രിയേറ്റീവ് പാർട്ടിന് ഇത്ര മാർക്ക്, ഓർഗനൈസേഷൻ മാർക്ക് സൈഡിന് ഇത്ര മാർക്ക്. അത് അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടായിരിക്കും ആ ഒരു സ്കോറിംഗ് സിസ്റ്റം
ഉണ്ടായിരിക്കും. നമ്മുടെ റൂബ്രിക്സ് പലതരത്തിലായിരിക്കാം. ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. മേ ബി ചില ടീച്ചേഴ്സിന് ചെക്ക് ലിസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടെ എളുപ്പം, ചില ടീച്ചേഴ്സ് റേറ്റിംഗ് സ്കെയിൽസ് ആയിരിക്കും യൂസ് ചെയ്യുക, ചില ടീച്ചേഴ്സ് അനലറ്റിക് സ്കെയിൽസ് ആയിരിക്കും യൂസ് ചെയ്യുക. അത് ഡിപ്പെൻഡന്റ് ആണ്. ഒരു സ്കൂൾ അനുസരിച്ചിട്ടും ടീച്ചേഴ്സ് അനുസരിച്ചിട്ടും റൂബ്രിക്സ് ടൂൾ ഏതാന്നുള്ളത് മാറ്റം വരും. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ ടോപ്പിക് ആണ് കോമ്പറ്റൻസി ബേസ്ഡ് ഇവാലുവേഷൻ. നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ CBSE വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ. എസ്പെഷ്യലി 10th സ്റ്റാൻഡേർഡിലും 12th സ്റ്റാൻഡേർഡിലും ഇപ്പൊ കറന്റ്ലി 50% കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികൾ ഫേസ് ചെയ്യുന്നത്. സോ വാട്ട് ഇസ് കോമ്പറ്റൻസി? എന്താണ് ഈ കോമ്പറ്റൻസി ബേസ്ഡ് ഇവാലുവേഷൻ? ഈ കോമ്പറ്റൻസി എന്താന്ന് വെച്ചാല് പണ്ട് കാലങ്ങളിലൊക്കെ എന്താന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കുട്ടികൾക്ക് ചോദിക്കുക. അങ്ങനെയാകുമ്പോൾ ഈ കുട്ടികൾക്ക് എത്രത്തോളം ഇതിൽ അറിവുണ്ട്, കുട്ടികളുടെ ആപ്ലിക്കേഷൻ ലെവൽ എത്രത്തോളം ഉണ്ട്, ഒന്നും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. കോമ്പറ്റൻസി എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ നമുക്ക് നടക്കുന്ന പല കാര്യങ്ങളെയും ബേസ് ചെയ്തിട്ടാണ് കോമ്പറ്റൻസി ബേസ്ഡ് ഇവാലുവേഷൻ നടക്കുന്നത്. ഓക്കെ, നമ്മളെ കുട്ടികൾക്ക് അവർക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. റിയൽ വേൾഡ് ചാലഞ്ചസിനെ കുറിച്ചിട്ടാണ് കുട്ടികൾ കോമ്പറ്റൻസി ബേസ്ഡിൽ അവര് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഈ കുട്ടിക്ക് എത്രത്തോളം നോളേജ് ഉണ്ട്, സ്കിൽസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം കോമ്പറ്റൻസിയിൽ കവർ ചെയ്യും കേട്ടോ. പിന്നെ എന്താണ് യൂസിങ് പ്രൊഫഷണൽ സ്കിൽസിലും ടീം വർക്ക്, ലേണിംഗ് പ്രൊജക്ട്സ് പല മേഖലകളിൽ ഈ ഒരു കോമ്പറ്റൻസി ഇപ്പോ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഹൗ ടു ഡിസൈൻ കോമ്പറ്റൻസി ബേസ്ഡ് ഇവാലുവേഷൻ, എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആർട്ടിക്കുലേറ്റ് കോമ്പറ്റൻസീസ്, അതായത് ക്ലിയർലി ഡിഫൈൻ ദ സ്കിൽസ് സ്റ്റുഡൻസ് നീഡ് ടു സക്സീഡ് ഇൻ ലൈഫ് ബിയോണ്ട് സ്കൂൾ. നമ്മുടെ ഒരു സ്കൂൾ ലെവലിന് പുറത്തും നമുക്ക് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്കിൽസ് ആണ് നമ്മളിൽ വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ടൊരു കുട്ടിക്ക് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇതിനെയാണ് കോമ്പറ്റൻസി എന്ന് പറയുന്നത് അല്ലെ. ബിയോണ്ട് സ്കൂൾ ഒരു ലൈഫ് ഉണ്ട്, അവിടെ നമുക്ക് സക്സസ് ആവണമെങ്കിൽ ഈ ഒരു സ്കില്ലോണ്ടൊന്നും നമുക്ക് പോരാ അല്ലെ. ബിയോണ്ട് ദാറ്റ് നമുക്ക് എക്സ്ട്രാ ഒരുപാട് സ്കിൽസ് വേണ്ടി വരും. ദാറ്റ് ഇസ് കോമ്പറ്റൻസി. നെക്സ്റ്റ്, ചൂസ് ഇവാലുവേഷൻ മെത്തേഡ്സ്. ഇനി നമുക്ക് ചെക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ എക്സാംസ്, പ്രസന്റേഷൻ, ഒബ്സർവേഷൻ, ഈ കാര്യങ്ങൾ ഇത്തരം ടൂൾസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളുടെ കോമ്പറ്റൻസി ലെവൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റൂ കേട്ടോ. നെക്സ്റ്റ്, തേർഡ് വൺ, ബിൽഡ് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി റൂബ്രിക്സ്. യൂസ് റൂബ്രിക്സ് ദാറ്റ് ക്ലിയർലി എക്സ്പ്ലെയിൻസ് ഹൗ സ്റ്റുഡൻസ് വിൽ ബി അസസ്ഡ്. അതായത് ഒരു ക്ലിയർ ആയിട്ട് നമുക്കൊരു സ്കോറിംഗ് ടൂൾ ഉണ്ടായിരിക്കണം നമ്മൾ ഈ ഒരു കോമ്പറ്റൻസി അസസ് ചെയ്യുന്ന സമയത്ത്. റൂബ്രിക്സ് ഹെൽപ്പ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് എക്സ്പെക്ടഡ് ആൻഡ് ഹൗ ടു ഇംപ്രൂവ്. ഈ റൂബ്രിക്സിൽ നിന്നും കുട്ടികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് എന്നിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്, ഞാൻ എന്താണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി what are the benefits of competency based evaluation? വളരെ ക്ലിയർ ആൻഡ് ഫെയർ ഇവാലുവേഷൻ ആയിരിക്കും കേട്ടോ. കുട്ടികൾക്ക് നമ്മുടെ എന്താ പറയാ, കുട്ടികളുടെ സ്ട്രെങ്ത് എന്താണോ വീക്ക്നെസ് എന്താന്നുള്ളത് വളരെ കൃത്യമായിട്ട് കോമ്പറ്റൻസി ബേസ്ഡ് ഇവാലുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സ്ട്രാ ഹെൽപ്പോ സപ്പോർട്ടോ വേണ്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാൻ ടീച്ചേഴ്സിനും സാധിക്കും. നെക്സ്റ്റ് വൺ, പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഹെൽപ്സ് പ്ലാൻ ഗോൾസ് ആൻഡ് ലേണിംഗ് പാത്സ് ബേസ്ഡ് ഓൺ ഈച്ച് സ്റ്റുഡൻസ് നീഡ്സ്. നമുക്ക് ഓരോ കുട്ടികളുടെ ആവശ്യം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് അവർക്ക് വേണ്ട ഒരു വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഗോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. സോ കോമ്പറ്റൻസി ബേസ്ഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോ. നമ്മുടെ കുട്ടികൾക്ക് എന്താ പറയാ, ബിയോണ്ട് ദ സ്കൂൾ അല്ലെങ്കിൽ ബിയോണ്ട് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നൊക്കെ പറയും അല്ലെ, ക്വസ്റ്റ്യൻസ് അത്രയും തിങ്ക് ചെയ്ത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരിക്കലും നമ്മളൊരു കാണാപ്പാഠം പഠിച്ചു പോയ കുട്ടിക്ക് ഒരിക്കലും കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതിന് ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് വളരെ ഡീപ്പ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും നോളേജും ഉണ്ടെങ്കിൽ മാത്രമേ കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റുള്ളൂ. സോ നമ്മളിപ്പോ സ്കൂളുകളിലൊക്കെ ഓരോ ചാപ്റ്റർ ഗ്രേഡ് 10 നമ്മൾ 10th ക്ലാസ്സിലേക്ക് കവർ ചെയ്ത് കൊടുക്കുമ്പോഴും അതിന്ന് മാക്സിമം അതിന്റെ കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്, അവരെ കൊണ്ട് റിവൈസ് ചെയ്യിപ്പിക്കാറുണ്ട്. കാരണം ഒരു മിനിമം ലെവൽ ഓഫ് ഒരു പ്രാക്ടീസ് നമ്മൾ ക്ലാസ് റൂമിൽ കൊടുത്താൽ മാത്രമേ ബോർഡ് എക്സാം പോലുള്ള എക്സാംസിലൊക്കെ കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുകയുള്ളൂ. സോ ഒരിക്കലും ഒരു ഈസി കാര്യമല്ല കോമ്പറ്റൻസി. അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലേണിംഗിലൂടെ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ അല്ലെ, പഠിച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ എത്രത്തോളം അപ്ലൈ ചെയ്യുന്നു, എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് കോമ്പറ്റൻസി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുക.
ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. നമ്മൾ ഒരു സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിന്റെ രീതികൾ എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, വാട്ട് ഇസ് അസസ്മെന്റ്, വാട്ട് ഇസ് മെഷർമെന്റ്, വാട്ട് ഇസ് ഇവാലുവേഷൻ, എന്താണ് ഫോർമാറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ്, ഇതെല്ലാം ആസ് എ ടീച്ചർ നമ്മൾ വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് എത്രത്തോളം ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് മനസ്സിലായില്ലേ. അതിന് പിന്നിൽ ബ്ലൂ പ്രിന്റ് ഉണ്ട്, റൂബ്രിക്സ് ഉണ്ട്, ഒരുപാട് ക്രൈറ്റീരിയാസ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും എക്സ്പേർട്സിന്റെ മനസ്സിലുണ്ട്. സോ അത്തരം കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഒരു മോർ നോളേജ് കിട്ടിയെന്നുള്ളത് വിചാരിക്കുകയാണ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. ഇത് നമ്മുടെ പെഡഗോഗിയിലെ 5th ചാപ്റ്റർ ആയിരുന്നു കേട്ടോ. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, വി വിൽ ക്ലിയർ. സോ ദാറ്റ്സ് അബൌട്ട് ദിസ് ചാപ്റ്റർ. Thank you so much for listening. Thank you. Thank you.